Namaste. Yes, greetings to all. BPAG 173. Today we'll be taking the last two units, that is 11 and 12. അവസാനത്തെ ഈ BPAG 173 11-12 ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ആണ് ഇന്ന് എടുക്കുന്നത്. ഓക്കെ, ഐ എം ഉണ്ണികൃഷ്ണൻ. ഓക്കെ, ഐ ഹോപ്പ് ഇതുവരെ എടുത്തത് ഏകദേശം കുറേയൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാരണം ലിമിറ്റഡ് ടൈമാണ്, 1 മണിക്കൂറല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബുക്കുകൾ വായിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വിത്തിൻ 1 അവറിലാണ് വി ആർ കവറിങ് ആൾ ദിസ് തിങ് 1 or 2 ചാപ്റ്റേഴ്സ്. അപ്പോൾ ലിമിറ്റേഷൻ ഉണ്ട്, അതുകൊണ്ട് ബുക്ക് ശരിക്കും വായിക്കണം കേട്ടോ. ഓക്കെ, നൗ ടുഡേ വിൽ ബി ടോക്കിംഗ് അബൌട്ട് വെരി 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 ഇമ്പോർട്ടൻറ്റ് ലെജിസ്ലേഷൻ. യൂണിറ്റ് 11 ഇൻഫർമേഷൻ പോളിസി, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ വൺ ഓഫ് ദ ബെസ്റ്റ്, ആക്ച്വലി നല്ല ഒരു ലെജിസ്ലേഷനാണ്. ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ, വളരെ, അതായത് ഗവൺമെന്റിനെ കൺട്രോൾ ചെയ്യാനും ജനങ്ങൾ, അതായത് എന്താ ഗവൺമെന്റ് ചെയ്യുന്നത്, ട്രാൻസ്പെറന്റ് ആയിട്ടാണോ, ബ്യൂറോക്രാറ്റ്സ് എന്താ ചെയ്യുന്നത്, അത് അഴിമതികളുണ്ടോ, ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പ്രവർത്തനം മുഴുവൻ കംപ്ലീറ്റ് നമുക്ക് ബൈ വേ ഓഫ് ആസ്കിങ്, നമ്മുടെ ഒരു സബ്മിഷൻ ഓഫ് എൻ ആപ്ലിക്കേഷൻ, നമുക്ക് വി ഹാവ് ഗോട്ട് എ റൈറ്റ് ടു നോ വാട്ട് ഈസ് ഗോയിങ് ഓൺ, ഹൗ ദ ഗവൺമെന്റ് ഈസ് ഫങ്ഷനിങ്, ഹൗ ദ ബ്യൂറോക്രാറ്റ്സ് ആർ ഫങ്ഷനിങ്, ഹൗ സർട്ടൻ ബോഡീസ് ആർ ഫങ്ഷനിങ്, എല്ലാ ഇൻഫർമേഷനും നമുക്ക്. ലോസ് ഉണ്ടോ, ലോസ് പറഞ്ഞ ടാക്സ് പേയുടെ ലോസ് ആണല്ലോ. അപ്പൊ എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട. ഇത് മാറ്റിമറിച്ചു നമ്മുടെ ഇന്ത്യയിലത്തെ പല അഴിമതി കേസുകൾ എന്താണ്. അതേമാതിരി ഇപ്പൊ നമ്മുടെ PWD വർക്ക് എത്ര ചെലവായി, ബിൽഡിങ്, അത് ഇപ്പൊ നാഷണൽ ഹൈവേസ് അത് പ്രോപ്പറാണോ, ടാറിങ്, ഇതൊക്കെ അതിൽ അഴിമതികളുണ്ടോ, ഇതൊക്കെ കണ്ടുപിടിക്കാനും ഇത് എത്ര പൈസ ചെലവഴിച്ചു എന്നും, എന്നാ അത് കംപ്ലീറ്റ് ചെയ്യണമെന്നും, എന്നാ തുടങ്ങേണ്ട എന്നും, എന്നാണ് ശരിക്ക് അവസാനിക്കേണ്ട ഡേറ്റ് എന്നും, അത് കഴിഞ്ഞിട്ട് 4-5 കൊല്ലം കഴിഞ്ഞിട്ട് അപ്പൊ പ്രൈസ് എസ്കലേഷൻ വരും. ഇതൊക്കെ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. സോ യൂണിറ്റ് 11 ഇൻഫർമേഷൻ പോളിസി, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. ആദ്യത്തേത് നീഡ് ഫോർ റൈറ്റ്സ് ടു ഇൻഫർമേഷൻ. നമുക്ക് അറിയാനുള്ള ആഗ്രഹം, നമ്മൾ ഇന്ത്യക്കാരാണ്, ഇന്ത്യയിൽ എന്താ നടക്കണം നമ്മൾ അറിയണ്ടേ. അപ്പോ നമുക്ക് അറിയാനുള്ള ആഗ്രഹം. അതേമാതിരി ഗവൺമെന്റ് പല പോളിസി ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇപ്പൊ കോവിഡ് വാക്സിനേഷൻ ആണോ വിചാരിക്കുക, വേറെ എന്തെങ്കിലും ആണോ വിചാരിക്കുക, അത് എങ്ങനെയാണ് എന്നൊക്കെ അറിയാനുള്ള ഇതുണ്ടല്ലോ. ഉദാഹരണം, ഒരു ചെറിയൊരു ഉദാഹരണം പറയാം, കാരണം ഞാൻ ഈ പ്രാക്ടിക്കൽ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട്. പണ്ട്, അതായത് ഈ കോവിഡ് ടൈമിൽ ഇൻ കേരള, ഡെത്ത് വാസ് നോട്ട് റിപ്പോർട്ടഡ് പ്രോപ്പർലി. അപ്പൊ ജനങ്ങൾ ഇത് മനസ്സിലാക്കി, then they took up the matter, and even union government also strictly instructed government to report the correct figure of death. അങ്ങനെയാണ് മരണനിരക്ക് കൂടി മേപ്പെട്ട് പോയത്. ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നോക്കിക്കോളൂ. അതേമാതിരി എനിക്ക് പറയാൻ പറ്റില്ല, ഓരോരോ കാര്യങ്ങൾ. ഒരു കൊല്ലം എത്ര ഗോൾഡ് പിടിച്ചു, ഏതെല്ലാം എയർപോർട്ടിൽ നിന്ന് എത്രയെല്ലാം ഇത് പിടിച്ചു, ഏതെല്ലാം ലഹരി മരുന്ന് പിടിച്ചു, എത്ര ഇതിന്റെ നശിപ്പിച്ചു, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. എല്ലാം നമുക്ക് ഇൻഫർമേഷനോടെ കിട്ടും. പിന്നെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എല്ലാം ഓരോരുത്തരും അതൊക്കെ വരുന്നുണ്ട്. അപ്പൊ പറയാം കേട്ടോ, ഉത്തരവാദിത്തങ്ങൾ. ഇൻഫർമേഷൻ കമ്മീഷൻ, സെൻട്രലിലെ സ്റ്റേറ്റിലൊക്കെ ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് ഉണ്ട്. അവരുടെ ഡ്യൂട്ടി പ്രൊവൈഡിങ് ഇൻഫർമേഷൻ. അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. ഇത് ഇൻട്രൊഡക്ഷൻ ആണ്. പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇൻഫർമേഷൻ കമ്മീഷൻ, അതായത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനിൽ അതേമാതിരി വേറൊരു കമ്മീഷനാണ് ഇൻഫർമേഷൻ കമ്മീഷൻ, പ്രൊവൈഡിങ് ഇൻഫർമേഷൻ. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടില്ല. വൈറ്റൽ സ്ട്രാറ്റജിക് ഗവൺമെന്റ്, ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയട്ടെ. 2-ാം തീയതി നമ്മുടെ സെപ്റ്റംബർ 2-ാം തീയതി INS വിക്രാന്ത്, ഒരു ഷിപ്പ്, ഇൻഡിജിനസ്, നമ്മൾ ഇന്ത്യ ബിൽഡ് ചെയ്ത കൊച്ചിൻ ഷിപ്പ് യാർഡ്, അതിന്റെ ഉണ്ട്. അതിന്റെ എല്ലാ ടെക്നിക്കൽ ഇൻഫർമേഷൻ നിങ്ങൾ വേണമെങ്കിൽ കിട്ടില്ല, തരില്ല. ഡിഫൻസ് സീക്രട്ട് ആണത്. കാരണം സബ്മറീനിലെ അത് എങ്ങനെയൊക്കെ പ്രവർത്തന രീതി, അത് ചിലതൊക്കെ അറിയും, ചിലതൊക്കെ ജനറലായിട്ട് അറിയും. പക്ഷെ ടെക്നിക്കൽ എബിലിറ്റി ഉണ്ടല്ലോ, അതൊന്നും ചില സമയത്ത് കിട്ടില്ല, അവർ തരില്ല. കാരണം അത് ഡിഫൻസ് സീക്രട്ടാണ്, രാജ്യരക്ഷ.
അതിന്റെ മൂവ്മെന്റ് എന്തൊക്കെ എങ്ങനെയാണ്? സാധാരണ ഷിപ്പ് പോകുമ്പോൾ അതിന്റെ മീതൊക്കെ അതിനെ കവർ ചെയ്തിട്ട് 4 പുറം വേറെ ഷിപ്പുകളുണ്ടാവും അതിനെ കവർ ചെയ്തിട്ട്. കാരണം അത്ര വലിയ ഭയങ്കര വലിയ വാർഷിപ്പാണത്, മനസ്സിലായില്ലേ? അപ്പൊ അത് അത്തരത്തിലുള്ള ഇൻഫർമേഷൻ ചിലപ്പോൾ കിട്ടില്ല. പക്ഷെ ടോട്ടൽ കോസ്റ്റ് അതേമാതിരി മറ്റുള്ള കാര്യങ്ങൾ ജനറൽ ഇൻഫർമേഷൻ ഒന്നും കിട്ടും. പക്ഷെ മറ്റുള്ള കാര്യങ്ങൾ ചിലത് അറിയില്ല. പിന്നെ റോൾ ഓഫ് ഗവൺമെന്റ്, റിപ്പോർട്ടിംഗ് പ്രൊസീജിയർ, എങ്ങനെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത്, റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് 2005 അപ്രൈസൽ, അതാണ് ഇതില്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ. ഈ ചാപ്റ്ററിന്റെ യൂണിറ്റ് 11 റൈറ്റ് ഇൻഫർമേഷന്റെ ഇൻട്രൊഡക്ഷൻ. The time that we live in is also known as the information age. നോക്കൂ, എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാ ഇൻഫർമേഷൻ കിട്ടുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് ഇരുന്നിട്ട് ദുബായിൽ എന്താ ക്രിക്കറ്റിൽ ഷോർ 1 മിനിറ്റ് കൊണ്ട് കിട്ടുന്നു, മനസ്സിലായില്ലേ? അതേമാതിരി നമ്മുടെ റോക്കറ്റ് ഒക്കെ വിക്ഷേപിക്കുന്ന ശ്രീഹരിക്കോട്ട ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നിട്ടാണ് മുഴുവൻ കാണുന്നത് കംപ്ലീറ്റ്. അതിന്റെ കമ്മ്യൂണിക്കേഷൻ നോക്കിയോ, എത്രത്തോളം ഇൻഫർമേഷൻ നമുക്ക് പെട്ടെന്ന് ഈസിലി നമുക്ക് ചെയ്യാം. ഇവിടെ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. നിങ്ങൾ വിചാരിക്കും ഇതെന്താണത്, നമുക്ക് ഇൻഫർമേഷൻ. ഇപ്പൊ ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയട്ടെ. മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഇന്നത്തെ ഒരു സംഭവം ഞാൻ പറയുന്നത് കേട്ടോ. മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഇന്ത്യയുടെ ഗവൺമെന്റ് ഓഫീസ്, അവർ ആദ്യം തന്നെ ഇൻഫോം ചെയ്യും, സുനാമി വരുന്നുണ്ട്, കൊടുങ്കാറ്റ് ഇത്ര ഇത്, കാറ്റ് ഇത്ര ഇതിലായിരിക്കും, ഫിഷർമാൻ പോവരുത്, ജനങ്ങൾ കഴിയുന്നതും പുറത്തിറങ്ങരുത്, ലാൻഡ് അതേമാതിരി ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരിക്കും, രാത്രി യാത്ര ഒഴിവാക്കണം, മലയോര പ്രദേശങ്ങളൊക്കെ പറഞ്ഞിട്ട് അനൗൺസ്മെന്റ് കൊടുക്കും. അതേമാതിരി നമ്മൾ പ്രിക്കോഷൻ എടുക്കും. പിന്നെ ഈ തീരത്തുനിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടേ, മനസ്സിലായോ? നോക്കിക്കോളൂ, ഞാൻ പറയാവുന്നത് വളരെ ശ്രദ്ധാപൂർവ്വം കേട്ടോളൂ. തീരപ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റണം, കാരണം വെള്ളം കയറും കടലിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ നമ്മൾ പ്രിക്കോഷൻ എടുക്കാറുണ്ട്. ഇന്നും നടന്ന സംഭവം നോക്കൂ, രാവിലെ ഒരു പ്രിക്കോഷനും ഇല്ല, യാതൊന്നുമില്ല. ദാ ഇൻ കേരള, കോട്ടയം, തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ അണ്ടർ വാട്ടർ, Pathanamthitta district, many landslide and many other things. No warning, meteorological warning. Nobody knows. Collector was not knowing. Suddenly, നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് എത്ര ഭയാനകമാണെന്ന് ആലോചിച്ചോളൂ. ഈവൻ തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ അണ്ടർ വാട്ടർ, മനസ്സിലായില്ലേ? രാവിലത്തെ ന്യൂസ് ആണത്. ഇവർ ആളുകൾ സർപ്രൈസ് ചെയ്ത് ഇവിടെ ഈ മഴ വന്നെന്ന്. കാരണം ഒരു വിധത്തിലുള്ള കേരളത്തിൽ ഓഫ് കോഴ്സ് പൊതുവെ മഴ ഉണ്ടാവും കുറെ, പക്ഷെ ഇങ്ങനെ വരുന്നൊന്നും ആർക്കും അറിയില്ല. അങ്ങനെ ഒരു ഫാമിലിയിൽ നിന്ന് 5 ആൾ മരിച്ചിരുന്നു ലാൻഡ് സ്ലൈഡില്. വീട് തന്നെ ഒലിച്ചു പോയി, എൻ്റെ അടിപ്പെട്ട്. എനിക്ക് എത്ര, പിന്നെ ബാക്കിയൊന്നും അറിയില്ല, പ്രോപ്പർട്ടി എത്ര പോയെന്നൊന്നും അറിയില്ല. ഇത്തരത്തിലുള്ളതുണ്ട്. അപ്പൊ നമ്മളെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് എത്രത്തോളം വൈറ്റലാണ്. ഇപ്പൊ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് ഇൻഫർമേഷൻ പാസ് ചെയ്യും, ദേ വിൽ ടേക്ക് പ്രിക്കോഷൻ, അല്ലേ? അതായത് നിങ്ങൾ ശ്രദ്ധിക്കണം, ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും, അപ്പൊ എന്താ അതിന് പോരുത്, അല്ലെങ്കിൽ റോഡ് രാത്രി വാഹനം ഗതാഗതമൊക്കെ നിർത്തണം, അല്ലേ? ഈ ഇൻഫർമേഷൻ കിട്ടാത്തതുകൊണ്ടോ പോയി ഒലിച്ചു പോയി, മനസ്സിലായില്ലേ? അപ്പോ ദ ടെക്നോളജിക്കൽ റെവല്യൂഷൻ ഹാസ് ബ്രോട്ട് us to an era. പിന്നെ ഇവിടെ വേറൊരു സർവ്വസാധാരണമായ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ കുട്ടികൾക്ക്, എസ്പെഷ്യലി ടീനേജ് ബോയ്സ്, ഈ പിക്നിക്കിനും മറ്റൊന്നിനും പോണ സമയത്ത് കുട്ടികൾക്കൊരു ആഗ്രഹമാണ് നദിയിൽ ഇറങ്ങി കുളിക്കണമെന്ന്. എത്ര ഡേഞ്ചറസ് ആണ് എന്ന് അത് പറയുകയ്യ. ഇന്നലെ പെരിയാർ റിവറിൽ 2 പേര് മരിച്ചു. ഇന്ന് കുട്ടികൾക്ക് കുളിക്കാൻ കണ്ട സമയം ഇപ്പോഴാണ്. ഈ നദികൾ എന്താ കാരണം അറിയോ? നദി പെട്ടെന്ന് വെള്ളം വരും, പൊങ്ങും നദിയില്. കാരണം അത് വരുന്നത് എത്രയോ നാള് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഒരു സംഭവം. വെള്ളം വളരെ പ്ലെയിനായിട്ട് ശാന്തസുന്ദരമായിട്ട് 2 മിനിറ്റ് കൊണ്ട് കുത്തി കൊടുത്ത് കലങ്ങി റെഡ് കളറിൽ വാട്ടർ. അപ്പൊ നദി നമ്മുടെ സൗകര്യത്തിന് വെള്ളം ഒഴുകില്ലല്ലോ. വളരെ അപകടത്തിലുള്ള ചില സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടെ ആതിരപ്പള്ളി ഇൻ കേരള, അവിടെയൊക്കെ കുളിക്കാൻ സമയത്ത് കുട്ടികള് മീനച്ചിലയാറ്, അതേമാതിരിയുള്ള കുളിക്കാൻ മണിമലയാറ്, അതേമാതിരിയുള്ള കുളിക്കാൻ പമ്പ, ഇവിടെയൊക്കെ വളരെ സൂക്ഷിച്ചിട്ട് വേണം പോവാൻ, അല്ലെങ്കിൽ രക്ഷിതാക്കന്മാരൊപ്പം വേണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം. പെരിയാറ്, ദ ബിഗ്ഗസ്റ്റ് റിവർ ഇൻ കേരള, ഇന്ന് രാവിലത്തെ പേപ്പറിൽ 2 ആൾ മരിച്ചിരുന്നു, കുട്ടികൾ ഒഴിച്ചു പോയിരുന്നു. മിക്കവാറും കുട്ടികൾക്കാണ് സംഭവിക്കുന്നത്, കാരണം അവർക്ക് ഒരു അഡ്വഞ്ചറസ് ഇതാണല്ലോ. അപ്പൊ ഇതൊക്കെ ഇൻഫർമേഷൻ എന്താണ്, പൂവരുത്, വെള്ളപ്പൊക്കം വരും, അതൊക്കെ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യില്ലല്ലോ ആളുകൾ. പക്ഷെ എങ്കിലും റിസ്ക് എടുക്കുന്നവരുണ്ട്, അത് വേറെ കാര്യം കേട്ടോ.
However, over the last few years, there has been increasing demand of greater accessibility of information. അപ്പോൾ കണ്ടോ, എല്ലാവരും ഇൻഫർമേഷൻ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. മോസ്റ്റ്ലി ഇൻ ഓർഡർ ടു കർബ് കറപ്ഷൻ. അതായത് ഈ പാലം പണിയാൻ എത്ര പൈസ ചെലവഴിച്ചു, അതായത് ടാർ ഇടുന്നതിന് മുമ്പേ ഇപ്പുറത്തെ ടാറ് പോയി. അപ്പോൾ അത്തരത്തിലുള്ള കറപ്ഷൻ അതൊക്കെ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് അറിയും. ആൻഡ് പ്രൊമോട്ട് ഗ്രേറ്റർ അക്കൗണ്ടബിലിറ്റി. മനസ്സിലായില്ലേ? അക്കൗണ്ടബിലിറ്റി അതായത് ചെയ്യുന്ന പ്രവർത്തനം പ്രോപ്പർ ആണോ എന്ന് അക്കൗണ്ടബിലിറ്റി. അപ്പോൾ ഓരോരുത്തരും പേടിയുണ്ടാവും, കാരണം നമ്മുടെ പിന്നിൽ ആളുണ്ടെന്ന്. മനസ്സിലായോ? കണ്ടില്ലേ ഇന്നലെ നോയിഡയില് 2 ബിൽഡിങ് 28 നിലയും 32 നിലയും ഒരു ബിൽഡിംഗ് ഇവിടെ വീണത് 29 നില. 9 സെക്കൻഡ് ഉണ്ട്. പണിയാൻ 13 കൊല്ലം, വീഴ്ത്താൻ വെറും 9 സെക്കൻഡ്. മനസ്സിലായോ? എത്രയോ ആയിരക്കണക്കിലുള്ള ഫ്ലാറ്റ്. അപ്പോ എന്താണ് അവിടെ അക്കൗണ്ടബിലിറ്റി? കാരണം അവിടെ കൺസ്ട്രക്ഷൻ ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് കൺസ്ട്രക്ഷൻ ചെയ്തു, പെർമിഷൻ എടുത്തിട്ടില്ല, അപ്പൊ അവിടെ പാടില്ലാത്തതാണ്. അപ്പൊ അത് നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ ഇത്രയധികം വലിയ ടവർ ആദ്യമായിട്ടാണ്. അപ്പൊ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈച്ച് സിറ്റിസൺ ഹാവ് ഗോട്ട് റെസ്പോൺസിബിലിറ്റി ഓൾസോ. സോ ഗവൺമെന്റ് ഏജൻസി അല്ല, ഇവിടെ വേറെ പ്രത്യേകത ഇവിടെ ഗവൺമെന്റ് ഏജൻസി പലതിനും കൈക്കൂലി കൊടുത്തിട്ട് അവരവിടെ അപ്രൂവൽ കൊടുത്തു. അപ്പൊ ഗവൺമെന്റ് ഏജൻസിക്ക് ട്രാൻസ്പെറൻസി ഇല്ലേ? വേണ്ടേ അക്കൗണ്ടബിലിറ്റി? എങ്ങനെയാണ് നിങ്ങൾ മുനിസിപ്പൽ കോർപ്പറേഷനോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോട് ലൈസൻസ് കൊടുത്തൊന്നും ഇല്ലേ? ഇപ്പൊ ആ ബിൽഡിംഗ് തകർത്താനുള്ള 20 കോടി രൂപ പോലും ആ കൺസ്ട്രക്ട് ചെയ്ത ആള് കൊടുക്കണം. അത് കത്തിച്ചു കളയാൻ, അതായത് നിലം പതിക്കാനുള്ള കാശ് പോലും ആ ബിൽഡർ കൊടുക്കണം. 20 കോടി ആണ്. ഇനി 4 മാസം എടുക്കുക അതിന്റെ ഡെബ്രി ക്ലിയർ ചെയ്യാൻ. ഓക്കെ, ഇൻ ഇന്ത്യ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് എ ഗവൺമെന്റ് ദാറ്റ് ഈസ് ഓഫ് ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ. ഭരണഘടന നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ആളാണ്, നമുക്ക് വേണ്ടി, ബൈ ദ പീപ്പിൾ, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ദ പീപ്പിൾ ഹാവ് റൈറ്റ് ടു നോ. അതുകൊണ്ട് എന്താണ് ഇന്ത്യ നടക്കേണ്ടതെന്ന് അറിയണ്ടേ? ഹൗ ദ ഗവൺമെന്റ് ഈസ് ഫങ്ഷനിങ് അല്ലേ? പല കാര്യങ്ങളും അറിയണ്ടേ? പക്ഷെ ചിലപ്പോൾ ഒന്നും അറിയുന്നില്ല, അത് വേറെ കാര്യം. പക്ഷെ എങ്കിലും ചോദിക്കാനുള്ള അധികാരമുണ്ട്. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള ചില അറോഗന്റ് ആറ്റിറ്റ്യൂഡ് ഉണ്ട് ചില സമയത്ത് നമ്മുടെ ഭരണാധികാരികൾക്ക്. ചോദിച്ചാൽ കിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയല്ല, ജനങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളുണ്ട്. ഈ കോടതി ചോദിച്ചിട്ട് പോലും ചിലപ്പോൾ കൊടുക്കുന്നില്ല. അതാണ് സുപ്രീം കോടതി പോയിട്ടും ബാക്കി ഞാൻ പറയുന്നില്ല, കാരണം ആൾറെഡി ടെലികാസ്റ്റ് ചെയ്യുന്നൊരു കാര്യം കൊണ്ടാണ് ഞാൻ. കോടതി പോലും എന്താ പറയണ്ടേ, ചോദിച്ചിട്ട് പോലും ഗവൺമെന്റ് ചില റിപ്പോർട്ട് കൊടുക്കുന്നില്ല. പാർലമെന്റിൽ പോലും ശരിക്ക് ഡിബേറ്റ് നടക്കുന്നത്. പക്ഷെ ഉദാഹരണം ഞാനൊരു ചെറിയൊരു നല്ലൊരു കാര്യം ഞാൻ പറയട്ടെ. എനിക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഐ നോ ദീസ് പാർലമെന്റ് ആൻഡ് രാജ്യസഭ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നൊക്കെ നന്നായിട്ട് അറിയാം. ഐ എം ടീച്ചിങ് ലോ ഓൾസോ. പക്ഷെ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി മുഴുവൻ കടിച്ചു കീറും. അവിടെ ഓരോ ചോദ്യങ്ങൾ, അതിന് ഉത്തരം പറയണം മന്ത്രിമാർ. അവിടെ ഓരോതും എന്താ പറയണ്ടേ, കുറുക്കൊഴിയൊന്നും പറ്റില്ല. ചോദിച്ചതിന് മുഴുവൻ ആൻസർ കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? വെൽ പ്രിപ്പയർഡ് ആയിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആകാശം നോക്കേണ്ടി വരും മന്ത്രിമാർക്ക്. അത് അന്നതെ ഇന്നും അതെ. അങ്ങനെ എങ്കിലും ഡെമോക്രസി ഫങ്ഷൻ. അപ്പൊ എന്തിനും പേടിയുണ്ടാവും. ആരെങ്കിലും തെറ്റായ പ്രവർത്തനം ചെയ്യുമ്പോൾ അറിയാലോ നിങ്ങൾക്ക് ഇവിടെ നടക്കുന്ന യൂണിവേഴ്സിറ്റി ഇതൊക്കെ ഡിബേറ്റ് ചെയ്താണ് അവിടെ. മറക്കരുത്. അവിടെ ഇപ്പോൾ ഗവർണറുടെ അധികാരങ്ങൾ, അതേമാതിരിയുള്ള പല കാര്യം, ഇതൊക്കെ നല്ല ആക്ച്വലി ഡിബേറ്റ് ചെയ്തിട്ടാണ് അതൊക്കെ ഓരോ കാര്യങ്ങൾ വരുന്നത്. അല്ലാണ്ട് ഡിബേറ്റ് ചെയ്യാണ്ട് ഒരു സുപ്രഭാതത്തില് എല്ലാ ബില്ലും ഒരുമിച്ചാണ് പാസ്സാക്കിയിട്ട് അങ്ങനെയല്ല വരുന്നത്. വളരെ നഖശിഖാന്തം കംപ്ലീറ്റ് എതിർപ്പുണ്ട്, സപ്പോർട്ട് ചെയ്യും. നല്ല കാര്യങ്ങൾക്ക് സപ്പോർട്ടും ഉണ്ട്. അങ്ങനെയാണ് ഡെമോക്രസി ഫങ്ഷൻ ചെയ്യാൻ പറ്റും. നല്ല കാര്യത്തിന് ഏത് ഗവൺമെന്റ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ആര് ഭരണാധികാരി ആയിക്കോട്ടെ, നല്ല കാര്യങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണം. പക്ഷെ തെറ്റായ കാര്യങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ജനങ്ങൾക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളെ പറ്റില്ല. So the people have right to know the government. Okay, so right to information lies at the root of the fundamental right. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അറിയാനുള്ള അവകാശം. ഫണ്ടമെന്റൽ റൈറ്റ്, അറിയാനുള്ള അവകാശം. അതായത് ഇപ്പൊ പത്രങ്ങള്, ഇന്നിപ്പോ പത്രത്തിൽ അറിയാനൊന്നും ഇല്ല. കാരണം കറക്റ്റ് ഇൻഫർമേഷൻ, മുഴുവൻ അഡ്വർടൈസ്മെന്റ് മാത്രമേ ഉള്ളൂ. വേറെ ഇൻഫർമേഷൻ പണ്ടൊക്കെ യു വിൽ ബി സർപ്രൈസ്. when I was working in Bombay, Times of India I used to purchase. ഏകദേശം 64ഓളം പേജ് ഉണ്ടാവും. ഒരു ദിവസം കൊണ്ട് വായിച്ചു തരില്ല. കാരണം അത്ര നല്ല ആർട്ടിക്കിൾസും
ഒക്കെയാണ്. ഇന്ന് ഏത് പേപ്പറും 5 മിനിറ്റ് 10 മിനിറ്റ് വേണ്ട വായിക്കാൻ ടോട്ടൽ. ഒന്നുമില്ല. എഡിറ്റോറിയൽ പേജിലാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്, അതുപോലും ശരിക്കും ഇല്ല. അത് വൺ സൈഡും മറ്റേ സൈഡും ഒക്കെയാണ്. അങ്ങനെയല്ല, കറക്റ്റ് ഇൻഫർമേഷൻ. അതായത് ജനങ്ങളിൽ ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഒരു കാലത്ത് സപ്പോസ് മലയാളത്തിൽ ഞാൻ പറയാണ്, മാതൃഭൂമി വീക്കിലി ഉണ്ടായിരുന്ന ഒരു കാലം. MT വാസുദേവൻ നായർ എഡിറ്റർ അയക്കണ സമയത്ത് ആ മാതൃഭൂമി വീക്കിലി വായിക്കണ ഓർഡിനറി ആളുകൾ വായിക്കില്ല. അത്രയും തലയ്ക്ക് കയറില്ല. നമ്മുടെ തലയ്ക്കൊന്നും എന്നെ വരെയുള്ള ആളുകൾക്കൊന്നും കയറില്ല തലയില്. അത്ര നല്ല സാഹിത്യ എമിനന്റ് പേഴ്സണാലിറ്റീസ്, റൈറ്റേഴ്സ് എഴുതുന്ന ആർട്ടിക്കിൾസ് ആയിരിക്കും അതിൽ പബ്ലിഷ് ചെയ്യുന്നത്. ഇന്നോ എല്ലാം ചെറുകഥ അല്ലെ, എല്ലാ കാര്യം. എവിടെ ലിറ്ററേച്ചർ എന്താണ് നോക്കൂ. അതേമാതിരി പത്രങ്ങളും അതേമാതിരി. പത്രങ്ങൾ പണ്ടൊക്കെ എത്ര സമയം എടുക്കും പേപ്പറൊക്കെ വായിക്കാൻ. എസ്പെഷ്യലി എനിക്ക് ഓർമ്മയുണ്ട്, എത്രയോ വർഷങ്ങൾക്ക് ഈ ടൈംസ് ഓഫ് ഇന്ത്യയൊക്കെ വായിക്കാൻ ഉള്ള കഷ്ടം. ഡിക്ഷണറി ഒപ്പം വയ്ക്കണം ചില വേർഡ്. അതേമാതിരി ഹിന്ദു കസ്തൂരി മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് ഒപ്പം ഡിക്ഷണറി എടുത്താലും വായിക്കാൻ പറ്റില്ല. സ്റ്റേറ്റ്സ്മാൻ കൽക്കട്ട. ഇന്ന് 10 മിനിറ്റ് കൊണ്ട് പേപ്പർ വായിക്കും. ഞാൻ ഡെയിലി രാവിലെ മലയാളം 10 മിനിറ്റ് മീതെ എടുക്കുകയില്ല. എന്തല്ല, കുറെ ചിത്രങ്ങളും കുറെ അഡ്വർടൈസ്മെന്റും അല്ലാതെ വേറെ യാതൊന്നും ഒരു ആർട്ടിക്കിളും ശരിക്കില്ല. ഒരു റിലയബിളും ഇല്ല. ഞാൻ എന്താണ് പറഞ്ഞ, റൈറ്റ് ഇൻഫർമേഷൻ വായിക്കുന്നത് ശരിക്കും വാസ്തവമല്ല. കാരണം എന്തെന്ന് വെച്ചാൽ പലതും വൺ സൈഡഡ് ആണ്. അവിടെയാണ് ഡേഞ്ചറസ്. സി, നമ്മളൊരു സിറ്റിസൺ എന്ന നിലയ്ക്ക് നല്ലതും ചീത്തയും കണ്ടറിയാനുള്ള ഇത് വേണം. അതായത് ഏതാണ് ശരി ഏതാണ് തെറ്റ്, അതിന് ചാൻസ് കിട്ടുന്നില്ല. വൺ സൈഡഡ് ആണ്. ന്യൂസ് ചാനൽ ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എന്താ വെച്ചാൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പൊ ന്യൂസ് ചാനലും കംപ്ലീറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് എന്തുണ്ടറിയാം, ജനങ്ങൾക്ക് ചില സമയത്ത് ചില കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അതുകൊണ്ട് നമ്മള് ശരിക്കും ഡാർക്ക് ഇതിലാണ് ചില സമയത്ത്. അങ്ങനെയല്ല വേണ്ടത്. എല്ലാവർക്കും അറിഞ്ഞ് അത് നോളജ് ഇൻഫർമേഷൻ പാസ് ചെയ്ത് എങ്കിലല്ലേ വി വിൽ ബിക്കം എ ബ്രൈറ്റ് സിറ്റിസൺ ഓഫ് ദ കൺട്രി. അല്ലാണ്ട് ഒരു കാര്യം മാത്രം നമ്മൾ ഓർത്തിട്ട് എങ്ങനെ സിറ്റിസൺ ആവുക നമ്മൾ ശരിക്കും. Not only that, world has got certain expectation from this largest democracy in the world. അല്ലേ? So failure of the state to provide access to information, ഇത് വായിച്ചോളൂ, ഞാൻ പറയുന്നില്ല. Failure of the state to provide access to information or state suppression of information can lead to human rights violation. വായിച്ചോളൂ, മനസ്സിലാക്കിക്കോളൂ. പല ഗവൺമെന്റിനും നടക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഹാഫ് നോളജ് ഈസ് ഡേഞ്ചറസ്. ചില കാര്യങ്ങൾ ഒന്നും ശരിക്കും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ വളർന്നു വരുന്ന തലമുറയ്ക്ക് എന്താണ് നമ്മുടെ കൾച്ചർ, എന്താണ് സംഭവം ഒന്നും അറിയില്ല. പല കാര്യങ്ങളും മനസ്സിലായില്ലേ? അത് ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഒന്ന് മാത്രം മറക്കരുത്, 5000 കൊല്ലം പഴക്കമുള്ള സംസ്കാരമാണ് ഇന്ത്യയിലെ സിവിലൈസേഷൻ. മനസ്സിലായില്ലേ? അന്ന് മുതൽ ഓരോരുത്തരും, ഋഷികളും മുനിമാരും എല്ലാവരും കഷ്ടം വളരെയധികം, വേദമായിക്കോട്ടെ വേറെന്തെങ്കിലും ആയിക്കോട്ടെ, സാഹിത്യം ആയിക്കോട്ടെ, ചില മഹാരാജാക്കന്മാരായിക്കോട്ടെ, എല്ലാവരും അവനവൻ്റെതായ കാര്യങ്ങൾ ചെയ്യും. അപ്പൊ ഞാനൊരു ചെറിയ ഉദാഹരണം നിങ്ങൾക്ക് പറയാം, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ ശ്രീ പത്മനാഭ സ്വാമി ടെമ്പിൾ ഇൻ ട്രിവാൻഡ്രം, അത് ഏതാണെന്ന് നിങ്ങൾക്കറിയാലോ, പണ്ട് തുറക്കാനും ഒക്കെ ശ്രമിച്ചിട്ട് ഏറ്റവും കൂടുതൽ സ്വർണ്ണമരുന്നുള്ള കലവറയാണ് അത് അമ്പലം ഉണ്ടായിരുന്നത്. പക്ഷേ അതിന്റെ പ്രത്യേകത എന്താണ്? ഇതാണ് ട്രാൻസ്പെറൻസി, ഇതാണ് അക്കൗണ്ടബിലിറ്റി. എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ, സെഞ്ചുറീസ് എഗോ, അത് തലമുറ ചിത്രം തിരുനാൾ, മറ്റേ അങ്ങനെയുള്ള അവരുടെ തിരുനാള്, അനിഴം തിരുനാൾ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് മാർത്താണ്ഡവർമ്മ അതേമാതിരി ഇങ്ങനെ വന്ന് അതിലുള്ള ഒരു രത്നോ സ്വർണ്ണോ ഒരാളും കൈക്കലാക്കാതെ അത് പ്രിസർവ് ചെയ്തു. ശ്രീ പത്മനാഭന്റെ ഇത്. അതുകൊണ്ടാണ് ഇന്ന് രാവിലത്തെ ന്യൂസ് പേപ്പർ നോക്കിക്കോളൂ, ഇന്ദർ മൽഹോത്ര ജഡ്ജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു,
ഗവൺമെന്റ് അത് ഏറ്റെടുക്കാൻ പോയി. കാരണം ഞങ്ങളുടെ ഭരണത്തിൽ കൊണ്ട് അല്ലെങ്കിൽ ട്രസ്റ്റ് ആക്കാം, അതേമാതിരി നമ്മുടെ മറ്റുള്ള തിരുവിതാംകൂർ ട്രസ്റ്റ് മതിയാക്കാം, അങ്ങനെയൊക്കെ. പക്ഷേ ഇന്ദിര മൽഹോത്ര ഇന്നത്തെ പത്രത്തിൽ നോക്കിക്കോളൂ, സുപ്രീം കോടതി ജഡ്ജി, പിന്നെ ഇന്നത്തെ ചീഫ് ജസ്റ്റിസ് ലളിത്, രണ്ടുപേരും പറഞ്ഞു അല്ല, ഇത് ആ കുടുംബത്തിൻ്റെയാണ്. മനസ്സിലായോ? അശ്വതി തമ്പുരാട്ടി, അതേമാതിരിയുള്ള മാതാണ്ഡവർമ്മ, അതേമാതിരി മറ്റുള്ള പലരും അവര് ഇത്ര സെഞ്ചുറീസ് ഓരോരുത്തർ തലമുറ അത് കാത്തു സൂക്ഷിച്ചത് അവർക്ക് അർഹപ്പെട്ടാണ്. അവരെന്നെ കാത്തു സൂക്ഷിക്കട്ടെ. ഭഗവാന്റെ നിധി ഗവൺമെന്റ് എടുക്കരുത്. കാരണം ഗവൺമെന്റ് എടുത്തുള്ള അറിയില്ല നിങ്ങൾക്ക് കാര്യം. കാരണം അത് പിന്നെ ട്രസ്റ്റാവും, പിന്നെ ജനങ്ങളുടെ റിക്രൂട്ട്മെന്റ്, ബാക്കിയൊന്നും പറയണ്ടല്ലോ. യെസ്റ്റർഡേ ഞാൻ എന്തുകൊണ്ടത് പറയുന്ന വെച്ചാൽ ഇൻഫർമേഷൻ, റെഡ് ഇൻഫർമേഷൻ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇന്ന് ആ മാഡം മൽഹോത്ര ഇന്ന് 14 സെപ്റ്റംബറിന്റെ അവിടെ വെച്ചിട്ട് ഇന്നലെ വിസിറ്റ് ചെയ്തു. ഇന്ന് പത്രത്തിൽ വന്നിട്ടുണ്ട്, ഷീ ഗേവ് എ റിപ്പോർട്ട്. അതായത് ഷി വാസ് ഇൻസ്ട്രുമെന്റൽ ഫോർ ഡിസൈഡിങ്, ഗിവിംഗ് എ ജഡ്ജ്മെന്റ് ദാറ്റ് ഗവൺമെന്റ് ഹാസ് നോ റോൾ ടു കീപ് ദ ടെമ്പിൾ. അത് ആരാണോ ഇതുവരെ ചെയ്ത് അവർ സുന്ദരമായി ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞു. ഇവ നോക്കിക്കോളൂ. Day before yesterday, I just visited Guruvayur temple. You know that is also Devasam. More than 6,000, 7,000 people are working there. Entirely. Okay. So there was a rush, everything. Still, I am telling you, government control. It is not systematic control. ബാക്കി ഞാനത് പറയുന്നില്ല, കാരണം അത് ഐ വാസ് നോട്ട് അറ്റ് ഓൾ ഹാപ്പി. ഞാൻ എത്രയോ വിസിറ്റ് ചെയ്താണ്. അതായത് ദ കൺട്രോളിങ് വെറും കമേഴ്സ്യൽ വേ. ഐ വാസ് ഷോക്ക് ടു സീ ദാറ്റ് 4.5 മണിക്കൂർ ഞാൻ ലൈനിൽ നിന്നപ്പോ ചിലരെ മുമ്പ് കൂടെ കയറി പോകണം, മുമ്പ് കൂടെ ഇങ്ങനെ പോകണം. എന്താ ചോദിച്ചപ്പോ അവരൊക്കെ VIP ആണ്, പൈസ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഭഗവാനെ കാണാൻ കൂടുതൽ പൈസ, 4 ആൾക്ക് 4,000 രൂപ അങ്ങനെ കൊടുക്കുന്നു. അങ്ങനെയാണ് ഭഗവാനെ കാണുന്നത്. പലരും കണ്ടു ഞാൻ പോകുന്നത്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇത് ഇവിടെ ഞാൻ എത്രയോ വിസിറ്റ് ചെയ്താണ്, 100 കണക്കിൽ പ്രാവശ്യം വിസിറ്റ് ചെയ്ത. പക്ഷെ ഞാൻ തോർത്തില്ല ഇത് ഇങ്ങനെയുണ്ട് ഒരു പരിപാടി. അപ്പൊ തിരുപ്പതിയിലുണ്ട്, വൈ ആം ടെല്ലിങ് തിരുപ്പതി. പക്ഷെ തിരുപ്പതി വൈ ആം ടെല്ലിങ് they are rendering lot of corporate social responsibility. Universities there, and lot of അവരുടെ welfare programs ഉണ്ട് ജനങ്ങളുടെ. They are utilizing a lot of money for that, and they are giving to the Andhra Pradesh government also for taking care of the poor people. അത്തരത്തിലൊന്നും ഇല്ല ഇവിടെ. ലോകത്ത് ഇന്ത്യയിലെ 2ാമത്തെ ബിഗ്ഗസ്റ്റ് ടെമ്പിൾ ആണ് അവിടെ തിരുപ്പതി. പക്ഷെ അതൊന്നും കാണുന്നില്ല ചില സമയത്ത്. അതിന്റെ കാരണം എംപ്ലോയീസിന് 7,000 ആനുകളും മറ്റേ അത് പോട്ടെ. പക്ഷെ ഡു യു തിങ്ക് ദാറ്റ് all these people are working properly? No. Even when I went there, ഒരു പോലീസുകാരാണ് കൺട്രോൾ ചെയ്യുന്നത്, 1000കണക്കിന് ആള് ഒറ്റ പോലീസ്. ഞാൻ തന്നെ മൂക്കത്ത് വിരൽ വെച്ച് പോയി, എവിടെ പോയി ഈ പോലീസൊക്കെ? അപ്പൊ അതിൻ്റെ ഇടയിൽ അപ്പുറത്ത് വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു VIPസിന് ഉള്ളിൽ കിടത്താൻ. മനസ്സിലായില്ലേ? അപ്പോ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട്. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ സംടൈംസ് ജനങ്ങൾക്കറിയാം ഏത് വിധത്തിൽ വേണമെന്ന്. ടേക്ക് ദി എക്സാമ്പിൾ ഓഫ്, ഞാൻ മതപരമായിട്ട് അതൊന്നും പറയുന്നില്ല, അതായത് ആരാണ് നടത്തുന്നത് നടത്തട്ടെ, സുന്ദരമായി നടത്തുന്നുണ്ടെങ്കിൽ ഒരു അഴിമതിയില്ല, ഇതുവരെ കേട്ടിട്ടില്ല ശ്രീപത്മനാഭസ്വാമി ടെമ്പിളിൽ. അത് നടത്തട്ടെ. അത് ഗവൺമെന്റ് എടുത്താൽ പിന്നെ നിങ്ങൾക്ക് കാണാം പരിപാടികൾ. ഏത് ഗവൺമെന്റ് ആയിക്കോട്ടെ, ഇറ്റ് വിൽ നോട്ട് ബി ട്രാൻസ്പെറൻറ്റ്. കാരണം എന്താ പറയുക, ചിലവര് അതിൽ അർപ്പിക്കണം. അത് കാരണം ഭഗവാന്റെ യാതൊരു നിധി 10 പൈസ ടച്ച് ചെയ്യരുതെന്ന് ഗവൺമെന്റ് ചെയ്യുക. ഗവൺമെന്റ് ശമ്പളം, KSRTCയിൽ ശമ്പളം കൊടുക്കാൻ കാശില്ലെങ്കിൽ അതൊന്നും എടുക്കും. മനസ്സിലായില്ലേ? ഫെയിലിയർ ഓഫ് ദ സ്റ്റേറ്റ് ടു പ്രൊവൈഡ് ആക്സസ് ടു ഇൻഫർമേഷൻ. എന്നിട്ട് യാതൊന്നും ഡിക്ലെയർ ചെയ്യുന്നില്ല. അവസാനമാണ് കണ്ടുപിടിക്കുന്നത്. കാരണം ഒരു ഇൻഫർമേഷൻ പ്രോപ്പറായിട്ട് കൊടുക്കില്ല. ഇത് എവിടെ നിന്നാണ് കാശ് കിട്ടിയെന്ന്. മനസ്സിലായില്ലേ? സോ സ്റ്റേറ്റ്
റൈറ്റ് ഇൻഫർമേഷൻ ഇനി എന്താ എക്സാമ്പിൾ വേണ്ട നിങ്ങൾക്ക്? ചീഫ് മിനിസ്റ്റേഴ്സ് ഫണ്ട് വാസ് ഡൈവേർട്ടഡ്, റിലീഫ് ഫണ്ട്, ഫ്ലഡ് റിലീഫ് ഫണ്ട് വാസ് ഡൈവേർട്ടഡ്. അത് റൈറ്റ് ഇൻഫർമേഷൻ വന്നു. അതാണ് റൈറ്റ് ഇൻഫർമേഷൻ. ഹി ഗേവ്, അയാളെ പറ്റിയ കുറ്റമല്ല ഞാൻ പറയുന്നത്. എന്താണ് റൈറ്റ് ഇൻഫർമേഷൻ? ഹി ഗേവ് 5 lakhs or 20 lakhs rupees to a driver who met with an accident. അയാളെ കൊണ്ട് വേറെ കൊണ്ട് ഇടിച്ചു, ഒരിടത്ത് മരിച്ചു, അവന് 20 ലക്ഷം കൊടുത്തു, അയാളെ പാർട്ടിക്കാരുടെ. അതേമാതിരി വേറെ സോമനി ഒരാളുടെ മരിച്ചിട്ട് അയാളുടെ എല്ലാ ലയബിലിറ്റി, കാർ ലോണ്, ഹൗസിംഗ് ലോണ്, അതെല്ലാം ഈ ഇതെന്നെടുത്തു. അതേപോലെ MLA മരിച്ചിട്ട് അയാളുടെ മുഴുവൻ ലോണ് മുഴുവൻ ഈ റിലീഫ് ഫണ്ട്. റിലീഫ് ഫണ്ട് ടച്ച് ചെയ്യാൻ പാടില്ല. ഫ്ലഡ് റിലീഫ് ഫണ്ട്, ചീഫ് മിനിസ്റ്റർ റിലീഫ് ഫണ്ട്, യു ഷുഡ് നോട്ട് ടച്ച് എ സിംഗിൾ റുപ്പി ഫ്രം ദാറ്റ് അതർ ദാൻ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റിനോ അല്ലെങ്കിൽ ജനങ്ങളുടെ വീട് വയ്ക്കാനോ ആ അഫക്റ്റഡ് ആളുകളുടെ പുനരധിവാണ്ട് ഉപയോഗിക്കാൻ പാടില്ല. ബാക്കി ഞാൻ പറയുന്നില്ല, ആരും തെറ്റിദ്ധരിക്കരുത്. ആരെങ്കിലും ഞാൻ ഒരു ഇതിനെ പറ്റിയിട്ടും പറയല്ല, ഒരു നേതാക്കന്മാരെ ഒരു പാർട്ടിയെ പറ്റി പറയല്ല. പക്ഷെ ഞാൻ റൈറ്റ് ഇൻഫർമേഷൻ ആണ് ഈ ഇൻഫർമേഷൻ ഇതൊക്കെ വന്ന് വേറെ പലതുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊക്കെ റൈറ്റ് ഇൻഫർമേഷനാണ് കിട്ടിയത്. അപ്പൊ അത് കേസ് നടന്നുകൊണ്ടിരിക്കുന്നു, ലോക അദാലത്തിൽ നടക്കുന്നു പരിപാടി, മനസ്സിലായില്ലേ? അത് വളരെ അപകടകരമായിട്ടുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ യു കനോട്ട് ഡൈവേർട്ട്. കാരണം അത് എന്തിനു പറയുന്നു? ഒരാള് ഒരു കാർ ഡൊണേറ്റ് ചെയ്തു ഗുരുവായൂർ ടെമ്പിൾ. നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ, ഞാൻ ഗുരുവായൂർ ടെമ്പിൾ അല്ലെങ്കിൽ ഹിന്ദുവിന്റെ ആണ് അങ്ങനെ വിചാരിക്കരുത്. ഐ ഡോണ്ട് ഹാവ് എനി സ്പെഷ്യൽ ദിസ് തിങ് ഫോർ ഐദർ ഹിന്ദു, ക്രിസ്ത്യൻ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. നോ, എവരി ആൾ ആർ ഈക്വൽ. ഇവിടെ പറയാനുള്ള കാരണം നിങ്ങൾക്ക് പറയാണ്, ഒരാളൊരു കാറ് ഡൊണേറ്റ് ചെയ്തു, അത് നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷനിൽ വെച്ചു. ഓപ്ഷൻ വെച്ചപ്പോ അവിടെ ഇത് വന്നു, ഓപ്ഷൻ ചെയ്യാൻ പാടില്ല, കാരണം അത് ദൈവത്തിന് കൊടുത്തതാണ്, അത് നിങ്ങൾക്ക് അധികാരമില്ല അത് ഓപ്ഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ പലതും കണ്ട് അതിന്റെ പൈസ ഇങ്ങനെ യൂട്ടിലൈസ് എന്തൊക്കെ കണ്ട് അതിന് റെമഡി ഇതെല്ലാം കണ്ടതിന് ശേഷം റീസെന്റ് ആയിട്ട് വിറ്റ് ഒരാള് NRI ഡൊണേറ്റ് ചെയ്ത കാറ് വളരെ കോസ്റ്റ്ലി കാറായിരുന്നു ഗുരുവായൂർ ടെമ്പിളിലേക്ക്. അപ്പൊ അങ്ങനെയൊക്കെയാണ്, വളരെ ട്രാൻസ്പെറന്റ് ആയിരിക്കും. ഒരു പൈസ നമുക്ക് അവിടുത്തെ അത് ദൈവത്തിന് ഒരാൾ ഡൊണേറ്റ് ചെയ്തത് നിങ്ങൾക്ക് എങ്ങനെ അത് വിൽക്കാനുള്ള അധികാരം എന്നാണ് ചോദിക്കണേ. അപ്പൊ അതേമാതിരി നമ്മൾ റിലീഫ് ഫണ്ടിന് എന്തെങ്കിലും കൊടുത്ത് ജനങ്ങളുടെ അവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്താൽ അതെങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കടം വീട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ അതൊക്കെ നമുക്ക് കിട്ടിയത് റൈറ്റ് ഇൻഫർമേഷൻ ആണ്. ഇതാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് ഒരു ഗവൺമെന്റിനെ പറ്റിയിട്ട് ഒരു പാർട്ടിയെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. ഈ ഇൻഫർമേഷൻ കിട്ടിയത് റൈറ്റ് ഇൻഫർമേഷൻ. ഓക്കെ, നൗ നീഡ് ഫോർ റൈറ്റ്. തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ, ഇത് പറയുന്നത് ആര് നമ്മളൊരു പാർട്ടിയുടെ ഒന്നും നമുക്ക് ആരോടും അനുകമ്പയില്ല, ഞാൻ വോട്ട് ചെയ്യാറുമില്ല കേട്ടോ. ഡോണ്ട് വറി, ഐ നോട്ട് അഫിലിയേറ്റഡ് ടു എനി പാർട്ടി ഓൾസോ കേട്ടോ. സോ ഞാൻ പറയുന്നത് എന്തുകൊണ്ട് സത്യസന്ധത, അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മുടെ ഇൻഫർമേഷൻ ഏജ് ആണ് ലൈസൻസ്. പണ്ടൊക്കെ ലൈസൻസ് രാജായിരുന്നു. കാരണം നമുക്കൊരു ലൈസൻസ് കിട്ടണമായിരുന്നെങ്കിൽ നമുക്ക് കണ്ടമാനം പ്രാവശ്യം നമുക്ക് ഇവിടെ പോകണമായിരുന്നു, മുനിസിപ്പാലിറ്റിയിൽ പോകണം, അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ പോകണം, ഗവൺമെന്റിൽ പോകണം, ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ പോകണം. ട്രാൻസ്പെറൻസി ഉണ്ടായിരുന്നു. ലൈസൻസ് രാജ് പറഞ്ഞ എന്തെങ്കിലും ഒരു കിട്ടണം, എക്സ്പോർട്ട് ലൈസൻസ് കിട്ടണം, ഇമ്പോർട്ട് ലൈസൻസ് കിട്ടണം, ഒരു 500 പ്രാവശ്യം നടക്കണം. അതൊക്കെ പോയി. ഇപ്പോ പാസ്പോർട്ട് അപ്ലൈ ചെയ്താൽ കാണാൻ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് പെട്ടെന്ന്. അതാണ് ട്രാൻസ്പെറൻസി. നിങ്ങൾ ഇൻകം ടാക്സ് ക്ലെയിം ചെയ്യുമ്പോൾ അതാ ആ ആധാർ കാർഡ് ഇതടിച്ചിട്ടും കാണാം നിങ്ങൾക്ക് എവിടെ നിങ്ങളുടെ പൊസിഷൻ, മനസ്സിലായോ? അപ്പൊ കറപ്ഷൻ കുറെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോ ടെക്നോളജിക്കൽ റവല്യൂഷൻ ആണ്. ഇപ്പോ ഗ്രേറ്റർ അക്കൗണ്ടൻസി പറഞ്ഞു കഴിഞ്ഞു, കറപ്ഷൻ അതും പറഞ്ഞു, ടാക്സ് കറപ്ഷൻ. ഓക്കെ, ഫ്രീഡം ഓഫ് സ്പീച്ച്, എല്ലാവർക്കും സംസാരിക്കാനും ഇതിനൊക്കെ അവകാശമുണ്ട് ഇന്ത്യയിലെ ഭരണഘടന പ്രകാരം. പക്ഷെ സംസാരിക്കുന്ന വിധത്തിലാവണേ, കാരണം അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളതാവില്ല. സംസാരിക്കാനോ അങ്ങോട്ട് ഷെയർ ചെയ്യാനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ട്. കോടതിയുടെ ജഡ്ജ്മെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യാം, ജഡ്ജിനെ ക്രിട്ടിസൈസ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. പക്ഷെ അത് നടക്കുന്നുണ്ട് പറയാ കേട്ടോ, മനസ്സിലായോ? അപ്പോ ഞാൻ ആദ്യമായിട്ട് കേട്ടു ഇന്ന് ഒരു കോഴിക്കോട് ഒരു ജഡ്ജ് ഹൈക്കോടതിയിൽ കേസ് പറയുന്ന എഗൻസ്റ്റ് ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റിന്റെ എഗൻസ്റ്റ് നമ്മുടെ കോഴിക്കോടിലേക്ക് കൊല്ലത്തെ ഒരു ജഡ്ജ് അയാളുടെ ജഡ്ജ്മെന്റിന് എതിരിഷ്ടം എന്തോ ഹൈക്കോടതി പറഞ്ഞാൽ അതിന് എഗൻസ്റ്റ് ആയിട്ട് ഹൈക്കോടതി എഗൻസ്റ്റ് കേസ് കൊടുത്തു.
അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാശ് ഇതൊക്കെ ഉണ്ട്. അപ്പൊ കാരണങ്ങളുണ്ട് പലതും, അത് പറയുന്നില്ല. എനേബിൾ എ സിറ്റിസൺ ടു മേക്ക് വെൽ ഇൻഫോം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യം വെൽ ഇൻഫോംഡ് ഇതാണ്. കറപ്ഷൻ ഇൻഷുർ ബെറ്റർ മോണിറ്ററിംഗ് ഓഫ് ദ സർവീസ് പ്രൊവൈഡഡ് ബൈ ദി ഗവൺമെന്റ്. ഓക്കെ, പിന്നെ അപ്പൊ ഇതായി. പിന്നെ യെസ്, എൻഷുർ ട്രാൻസ്പെറന്റ്, അത് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ പറഞ്ഞ 2 വേ ഡയലോഗാണ്. നിങ്ങൾ ചോദിക്കുന്നു, അവർ തരുന്നു അല്ലെ. പിന്നെ അതിനുള്ള ചില മെത്തേഡൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ഡിസിഷൻ വെൽ ഇൻഫോംഡ് ഡിസിഷൻസ് ആണ്. നമുക്ക് ഒരു റൈറ്റ് ഇൻഫർമേഷൻ ഒരു ചെറിയൊരു കാര്യം പറയാം. നമ്മുടെ മരട് ഇൻ കൊച്ചി റൈറ്റ് ഇൻഫർമേഷനാണ് അറിഞ്ഞത്. അത് കായൽ തീരത്ത് ഗവൺമെന്റ് ലാൻഡിലാണോ കോസ്റ്റൽ ബെൽറ്റിലാണോ ബിൽഡിംഗ് പണിതരണേ? റൈറ്റ് ഇൻഫർമേഷനാണ് കിട്ടിയത്. അപ്പേ ദാ കടന്ന് പൊളിച്ചു ടവർ ബിൽഡിങ്സ്. അതാണ് കഴിഞ്ഞ കൊല്ലം നടന്ന സംഭവം. കഴിഞ്ഞ കൊല്ലം എത്രയാ, 2 കൊല്ലമായി അല്ലേ നടന്നത്, മനസ്സിലായ? അത് റൈറ്റ് ഇൻഫർമേഷൻ കിട്ടും. നോക്കിയോ നിങ്ങൾക്ക് എന്താണെന്ന്. റൈറ്റ് ഇൻഫർമേഷൻ, എല്ലാ ഇൻഫർമേഷൻ എല്ലാം കിട്ടും. അപ്പൊ അത് ഒന്ന്. ഇപ്പൊ നോക്കൂ നിങ്ങള്, ശബരിമല അപ്പത്തിന് എത്ര പൈസ കിട്ടി, പായസത്തിന് എത്ര പൈസ കിട്ടി, പിന്നെ ഇത് സ്വർണം എന്ത് കിട്ടി, അതേമാതിരി ഹുണ്ടിയിൽ എന്ത് കിട്ടി, അതേമാതിരി എല്ലാ സ്ഥലത്തും നമുക്ക് എല്ലാം നമുക്ക് ട്രാൻസ്പെറന്റ് ആയിട്ട് അറിയാൻ സാധിക്കുന്നു. യെസ്, അപ്പൊ അതൊന്ന്. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, പക്ഷെ എങ്കിലും ജനങ്ങളുടെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. ഇത്തരത്തിലൊക്കെ ആണെച്ചാൽ മറ്റുള്ള പ്രൈവസിയിൽ ഓരോരുത്തരുടെ അതിൽ നമ്മൾ കൈകടത്തരുത്. ഇങ്ങനെ ട്രാൻസ്പെറന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെയൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഓരോ പ്രൈവറ്റ് പ്രോപ്പർട്ടിയും മറ്റേതൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അവർക്ക് അധികാരമുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ യെസ്, എനേബിൾ ഉണ്ടെങ്കിൽ പിന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ RTI ആക്ട്. ഓക്കെ, നമ്മുടെ ഇൻഫർമേഷൻ ആക്ട് 2005 വരുന്നുണ്ട്, നോക്കട്ടെ. യെസ്, അത് 2004 യുണൈറ്റഡ് പ്രോഗ്രസ് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ആണ് ഇതിന്റെ ഇതൊക്കെ കൊണ്ടുവന്നത്. സമ്മറി ഞാൻ പറയാം. UPA ഗവൺമെന്റ് ആണ് ഇത് കൊണ്ടുവന്നത്. ഓക്കെ, അതേമാതിരി പിന്നെ ഈ ബില്ല് ആദ്യം 23/12/2004 ലോകസഭയിൽ വിട്ടു. അതേമാതിരി അത് കഴിഞ്ഞിട്ട് അവര് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ പേഴ്സണൽ ആൻഡ് പബ്ലിക് ഗ്രീവൻസസിൽ വിട്ടു. ലോ ആൻഡ് ജസ്റ്റിസ് അവർക്ക് ഇതിന് വിട്ട് കൊടുത്തു. അതിന്റെ റിപ്പോർട്ട്, റൈറ്റ് ടു ഇൻഫർമേഷന്റെ റിപ്പോർട്ട് ലോകസഭയിലെ 21 മാർച്ച് 2005 ഡിസ്കസ് ചെയ്തു. ലോകസഭ പാസ്ഡ് ദ ബിൽ ഓൺ 11th May 2005 ആൻഡ് എല്ലാ ബില്ലും ലോകസഭയും രാജ്യസഭയും പാസ്സാക്കണം. ആൻഡ് രാജ്യസഭ പാസ്ഡ് ഓൺ 12th May 2005. അങ്ങനെ 15/6/2005 പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം എല്ലാ ബില്ലും പ്രസിഡന്റ് അപ്രൂവ് ചെയ്താലാണ്, സൈൻ ചെയ്താലാണ് അത് ബില്ലാവൂ. അങ്ങനെ ഡോക്ടർ അബ്ദുൽ കലാം 15/6/2005 ആ ബില്ലിന് ഇത് കൊടുത്തു. അങ്ങനെ ഈ ആക്ട് നിലവിൽ വന്നു. യഥാർത്ഥത്തിൽ നിലവിൽ വന്നത് 12/10/2005 ഓക്കെ. നൗ എന്താണ് ഈ റൈറ്റിലെ RTI ആക്ട് 2005 എന്തെല്ലാം നിങ്ങൾക്ക് എന്തെല്ലാം റൈറ്റ് ഉണ്ട്? അതായത് ഇൻസ്പെക്ട് വർക്ക്, ഡോക്യുമെന്റ്, റെക്കോർഡ്, ടേക്ക് നോട്ട്സ്, എക്സ്ട്രാക്ട്, സർട്ടിഫൈഡ് കോപ്പീസ്. ഗവൺമെന്റിൽ നിന്ന് എന്തൊക്കെ നിങ്ങൾക്ക് വാങ്ങാം. ഇതിന് ഫീസ് ഉണ്ട് കുറച്ച് കേട്ടോ. ഒരു സർട്ടിഫൈഡ് സാമ്പിൾസ് ഓരോരോ അരി വേറെ എന്തെങ്കിലുമൊക്കെയാണ് വിചാരിക്കുക. ഈ അരിയിൽ എന്തൊക്കെയാണ് കലർപ്പ് ദൈവത്തിന് മാത്രമേ അറിയൂ. അങ്ങനെ പാല്, അപ്പൊ സാമ്പിൾ കളക്ട് ചെയ്യാൻ ചോദിച്ചാൽ കൊടുത്തോളണം സാമ്പിള്. അതുകൊണ്ട് എണ്ണ, നമ്മള് എഡിബിൾ ഓയിൽ ഇതിലൊക്കെ ഇല്ലേ, അതിലെന്തൊക്കെ കളർപ്പാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. അപ്പൊ ആ സാമ്പിള് ചോദിച്ചാലും കൊടുത്തോളണം. ഒബ്ടൈൻ ഇൻഫർമേഷൻ ഇൻ ഫോം ഓഫ് പ്രിന്റ് ഔട്ട് ചോദിച്ചാൽ കൊടുത്തോളണം. ഡിസ്ക്, ഫ്ലോപ്പീസ്, ടേപ്സ്, വീഡിയോ കാസറ്റ്സ്, ഇലക്ട്രോണിക് മോഡ് ഓർ ത്രൂ പ്രിന്റ് ഔട്ട്സ് ചോദിച്ചാൽ കൊടുക്കണം. പിന്നെ ഇമ്പോർട്ടന്റ് ഡെഫിനിഷൻ എന്താണ് നമ്മുടെ റൈറ്റ് ഇൻഫർമേഷൻ? ഒന്ന് ഇൻഫർമേഷൻ, 2 പബ്ലിക് അതോറിറ്റി, ആരാണ് കൊടുക്കേണ്ടത്? റെക്കോർഡ്, സെൻട്രൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ട്, സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ കൊടുക്കാൻ സെൻട്രൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, ഓരോന്നും ഇൻകം ടാക്സ്, എക്സൈസ്, ഓരോരോ ഓഫീസിൽ ഓരോ ആളുണ്ട് ഇതിനു വേണ്ടി ഓതറൈസ് ആള്. സ്റ്റേറ്റ് ഗവൺമെന്റിലും ഉണ്ട് ഇതേമാതിരി.
അപ്പോ പബ്ലിക് അതോറിറ്റി ഉണ്ട്, റിക്കാർഡ് ഉണ്ട്, സെൻട്രൽ ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ട്, സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ട്. ഓക്കെ, പിന്നെ അസിസ്റ്റന്റ് സെൻട്രൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ട്, സ്റ്റേറ്റ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ട്, അപ്പലറ്റ് അതോറിറ്റി പറഞ്ഞാൽ സീനിയർ ആയിട്ടുള്ള ഒരാൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരെയാണ് അപ്പലറ്റ്. ഒരു തഹസിൽദാർ കൊടുത്തിട്ട് അല്ലെങ്കിൽ വേറെ കലക്ടറേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കലക്ടർക്ക് അപ്പലറ്റ് ഏറ്റവും വലിയ ടോപ്പില്. അപ്പൊ അങ്ങനെ ഓരോരോ സീനിയർ ആയിട്ടുള്ള ആളുകൾ അതായത് അത് വരുന്നുണ്ട്, പിന്നീട് പറയാം. സോ പിന്നെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ. ഇനി അപ്പൊ അപ്പലറ്റ് അതോറിറ്റി പറഞ്ഞാൽ ഏറ്റവും വലുത്. ഈ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ നോക്കിക്കോളൂ. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഇൻഫർമേഷൻ ഇത് സെൻട്രല്. ഈ സെൻട്രലില് ആരാണ് അറിയോ ഇത് അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ആദ്യം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആൻഡ് ഇൻഫർമേഷൻ കമ്മീഷണർ. അതായത് ഇലക്ഷൻ കമ്മീഷണർ മാതിരിയാണ്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റാണ്. 5 കൊല്ലത്തിന് വേണ്ടിയിട്ടാണ്. 65 വയസ്സ് വരെ ആവാം. പിന്നെ 65 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് രണ്ടാമത് റീ എംപ്ലോയ്മെന്റ് ചെയ്യാൻ പാടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഇത് യുനോ ദിസ് ഇൻഫർമേഷൻ ഇത് ചീഫാണ്. പിന്നെ ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് ഉണ്ട്. അത് ചിലപ്പോൾ 2 3 അതായിരിക്കും ചിലപ്പോൾ ഇൻഫർമേഷൻ. അത് കാരണം ഒന്ന് ചീഫ്, അത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, രണ്ട് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ട്. അതേമാതിരി ഇവിടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആൻഡ് ഇൻഫർമേഷൻ കമ്മീഷണർ, അയാളെ സഹായിക്കാൻ ഇവര്. സ്റ്റേറ്റിലും അതേപ്രകാരം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആൻഡ് സ്റ്റേറ്റ് ഇത് ചീഫ് ഉണ്ട്, ഒന്ന് ഇൻഫർമേഷൻ കമ്മീഷൻ, അതിൽ താഴെ കോമ്പറ്റന്റ് അതോറിറ്റി പറഞ്ഞു ആരാണ് അധികാരപ്പെട്ട ആള്. പ്രൊസീജിയർ ഫോർ ഒബ്റ്റൈനിങ് അത് വരുന്നുണ്ട്. എങ്ങനെയാണ് അത്? റിട്ടേൺ ആപ്ലിക്കേഷൻ ഇതൊക്കെയാണ്. കോമ്പറ്റന്റ് അതോറിറ്റി പറഞ്ഞു കഴിഞ്ഞു. പ്രൊസീജിയർ നിങ്ങൾ പ്രിസ്ക്രൈബ്ഡ് ഫോമില് ഒരു ചെറിയ ഫീസ് ഉണ്ട്, അത് കൊടുക്കണം. പക്ഷേ ബിലോ പോവർട്ടി ലൈനിലെ BPL ആളുകൾക്ക് ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ റിപ്ലൈ തന്നോളണം. 35 ദിവസമാണെന്ന് വെച്ചാൽ ഈ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ എന്നാണ് നിങ്ങൾ ചോദിച്ചാൽ ചിലപ്പോൾ 35 ദിവസത്തിനുള്ളിലാണ്. 5 ദിവസത്തെ ഗ്രേസ് ഉണ്ട്, അല്ലെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ തന്നോളണം. പിന്നെ ഓക്കെ, ചില സമയത്ത് നിങ്ങളുടേത് റിജക്റ്റ് ചെയ്യും, കാരണങ്ങളില്ല. ചിലപ്പോൾ സ്ട്രാറ്റജിക് മാറ്റേഴ്സ് ചിലത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതേമാതിരി ചീഫ് മിനിസ്റ്ററുടെ ക്യാബിനറ്റ് മീറ്റിങ്ങിന്റെ ഒന്നും ചില സമയത്ത് നിങ്ങൾക്ക് കിട്ടില്ല. ചില സമയത്ത് മനസ്സിലായില്ലേ? ചിലതൊന്നും കിട്ടില്ല. ചില ഇൻഫർമേഷൻ എന്ത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുമോ അതേ ചെയ്യാൻ പറ്റൂ. പിന്നെ വേറെ കാര്യം, ഇൻഫർമേഷൻ ഈ 30 ദിവസത്തിനുള്ളിൽ തന്നിട്ടില്ല എങ്കിൽ ആ കൺസേൺഡ് ആളുകൾക്ക് 250 രൂപ ഫൈനാണ്. അതല്ല സബ്ജക്ട് ചെയ്യാൻ മാക്സിമം 25,000. അതായത് ചോദിച്ച ഇൻഫർമേഷൻ തന്നിട്ടില്ലെങ്കിൽ 250 രൂപ ഫൈൻ. അതല്ല കുറെ ദിവസങ്ങൾക്ക് ശേഷം കിട്ടിയില്ല, അല്ലെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ 25,000 രൂപ വരെ നള്ളിട്ടു. ഹൈക്കോടതി പലരുടെയും ഇട്ടു ഇതേമാതിരി. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണോ ഇൻഫർമേഷൻ കമ്മീഷണർ എന്തെങ്കിലും വിധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എതിരെ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഹൈക്കോടതിയിൽ മാത്രമേ പറ്റൂ. അല്ലാണ്ട് ഇപ്പൊ ചീഫ് ഇൻഫർമേഷൻ പറയാൻ നിങ്ങൾ 25,000 രൂപ കൊടുക്കണം, അല്ലെങ്കിൽ ഫൈന്, അല്ലെങ്കിൽ 5,000 രൂപ കൊടുക്കണം, അല്ലെങ്കിൽ 250 രൂപ കൊടുക്കണം പറഞ്ഞാൽ അല്ലല്ല ഞാൻ കൊടുക്കില്ല, ഞാൻ ഹൈക്കോടതിയിലേ പോകാൻ പറ്റൂ. പക്ഷെ നിങ്ങൾ ജയിക്കില്ല, പഠിക്കണ്ട. ഹൈക്കോടതിയിൽ ഒരിളവും തരില്ല കേട്ടോ. പിന്നെ പബ്ലിക് പക്ഷേ നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അത് പിന്നെ വേറെ എന്താണ്? ഓബ്ലിഗേഷൻ, പവേഴ്സ്, ഡ്യൂട്ടീസ് ഓഫ് പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എവിടെ പവർ. ഓക്കെ, നോ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ ഇത് ഞാൻ പറഞ്ഞല്ലോ. അതായത് ഓരോരോ ഓഫീസിൽ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ ആരാണ് എവിടുന്നാണ് കിട്ടേണ്ടത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫോർ എനി ദിസ് തിങ് ഈ ഓഫീസിലെ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറുടെ പേര് ഇത്, ടെലിഫോൺ നമ്പർ ഇത്, ടൈം ഇത്, സമയത്ത് മറ്റേ സൺഡേ ഹോളിഡേ അല്ലെങ്കിൽ ഫ്രൈഡേ ഹോളിഡേ, ഇതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബോർഡിൽ വെക്കും ഗവൺമെന്റിന്റെ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലോ, ഇൻകം ടാക്സിലോ, എക്സൈസിലോ, റെയിൽവേയിലോ എവിടെ പോയാലും കാണാം ഈ ബോർഡ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ അറിയാനുണ്ടെങ്കിൽ അവരെ അപ്രോച്ച് ചെയ്താൽ ഫീസ് കൊടുക്കണം. ഫീസ് അവർ പ്രിസ്ക്രൈബ് ചെയ്ത ഫീസ് കൂടുതലൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ബിലോ പോവർട്ടി ലൈനിൽ പൈസ ഇല്ല. ഓക്കെ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കൂ,
ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ പ്രസിഡന്റിനെ എങ്ങനെ അല്ല ഇയാളെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെ അറിയോ? നമ്മുടെ പ്രധാനമന്ത്രി ഒരു കമ്മിറ്റി, ലീഡർ ഓഫ് ഓപ്പോസിഷൻ, അതേമാതിരി ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. ഈ 3 പേരാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുക. സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്റർ, ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആൻഡ് എ മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ ദ ചീഫ് മിനിസ്റ്റർ. മനസ്സിലായില്ലേ? പിന്നെ നിങ്ങളൊരു ഇലക്ഷൻ ഇൻഫർമേഷൻ കമ്മീഷണർ ആവാൻ യോഗ്യത ലോ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി അറിഞ്ഞിരിക്കണം, സോഷ്യൽ സർവീസ് ചെയ്തിരിക്കണം, മാനേജ്മെന്റോ ജേർണലിസത്തിൽ താല്പര്യം വേണം, മാസ് മീഡിയ, അഡ്മിനിസ്ട്രേഷൻ, ഗവേണൻസിൽ ഇത് എല്ലാം അത്യാവശ്യമാണ്. ഇനി പറയാൻ പോകുന്നത് 5 കൊല്ലം ടെനറാണ്. പിന്നെ ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ ഈ ഇതുണ്ടല്ലോ, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ വിൽ ബി സാലറി 5 year ഷാൽ നോട്ട് ബി എലിജിബിൾ ഫോർ ഹിസ് സാലറി വിൽ ബി ദ സെയിം ആസ് ദ ഇലക്ഷൻ കമ്മീഷണർ. അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടല്ലോ, ചീഫ് ഇൻഫർമേഷൻ ഓഫീസറുടെ ശമ്പളം ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ശമ്പളമാണ്. മനസ്സിലായില്ലേ? ഇൻഫർമേഷൻ കമ്മീഷണറുടെ ശമ്പളം ഇലക്ഷൻ കമ്മീഷണറുടെ ശമ്പളമാണ്. സ്റ്റേറ്റിൽ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറുടെ ശമ്പളം ഇലക്ഷൻ കമ്മീഷണറുടെ ശമ്പളത്തിന് ഈക്വലാണ്. സ്റ്റേറ്റില് വേറെ ഇൻഫർമേഷൻ ഓഫീസേഴ്സ് ഉണ്ടല്ലോ, അവരുടെ ശമ്പളം ചീഫ് സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് അവരുടെ ശമ്പളത്തിന് ഈക്വലാണ്. മനസ്സിലായോ? അപ്പൊ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഇലക്ഷൻ കമ്മീഷണറുടെ ശമ്പളം, കമ്മീഷണർ ഇലക്ഷൻ കമ്മീഷണേഴ്സിന്റെ ശമ്പളം, ഇലക്ഷൻ കമ്മീഷന്റെ ശമ്പളം. അതേമാതിരി സ്റ്റേറ്റിലെ ചീഫ് ഇതിന്റെ ഇൻഫർമേഷൻ കമ്മീഷണർ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ശമ്പളം ഇലക്ഷൻ കമ്മീഷണറുടെ ശമ്പളമാണ്. നേരെ മറിച്ച് മറ്റുള്ള സ്റ്റേറ്റിന്റെ മറ്റുള്ള മെമ്പേഴ്സിന് നമ്മുടെ ചീഫ് സെക്രട്ടറിയുടെ ശമ്പളമാണ്. പിന്നെ റിമൂവൽ, ഇവരെ എങ്ങനെ മാറ്റാം? ഒന്നുമില്ലെങ്കിൽ ഈ കടം വന്നിട്ട് ചിലരുണ്ടല്ലോ ഓഫീസർമാര്, കറപ്ഷൻ, പിന്നെ കൺവിക്റ്റഡ്, ഇവരുടെ പേര് കേസുണ്ട് വിചാരിക്കുക, അപ്പൊ നീക്കം ചെയ്യാം. നീക്കം ചെയ്യുന്നത് ഗവർണർ ആയിരിക്കണം അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിരിക്കണം കേട്ടോ. പിന്നെ പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ ഗവർണറുടെ ഇതില് ഇദ്ദേഹത്തിന്റെ സൗണ്ട് മൈൻഡ് അല്ല വിചാരിക്കുക. ചിലപ്പോ ഭ്രാന്തരമാര് പറയുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരാളില്ല, അങ്ങനത്തെ ആളുകളെ വെക്കില്ല. പിന്നെ മോറൽ, നിങ്ങളുടെ സ്വഭാവം, അതും ഒരു ഇതാണ്. ഫൈനാൻഷ്യൽ ഇറഗുലാരിറ്റി, അപ്പോഴും നിങ്ങളെ നീക്കം ചെയ്യാം. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ്. അപ്പോ ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ വേറെ ക്ലാസ്സൊക്കെ റിസീവ് കംപ്ലൈൻറ്റ്. പിന്നെ വേറൊരു കാര്യം, പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. പിന്നെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ, പിന്നെ അതായത് ചില സമയത്ത് ഈ ഇലക്ഷൻ നമ്മുടെ കമ്മീഷണർ ഇത് എന്റർടൈൻ ചെയ്യാൻ തയ്യാറില്ലെങ്കിൽ, അതേമാതിരിയുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പലേറ്റോ അതോറിറ്റി ആരെങ്കിലും തരാൻ തയ്യാറില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹയർ അതോറിറ്റീസിനെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. അപ്പൊ ഇങ്ങനെ റിക്വയറിങ് ഡിസ്കവറി, റിസീവിങ് എവിഡൻസ്, പിന്നെ വേറെ കാര്യം എവിഡൻസ്. ഓക്കെ, റിക്വയറിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാൻ ഞാൻ മേക്കിംഗ് നെസസറി, എൻഹാൻസിങ് ട്രെയിനിങ് പ്രൊവിഷൻ. പിന്നെ RTI എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അവയർനെസ് കൊടുക്കണം. എന്താണ് RTIയിൽ എന്തൊക്കെ കിട്ടുക, റൈറ്റ് ഇൻഫർമേഷൻ എന്തൊക്കെ കിട്ടുക. അപ്പൊ ജനങ്ങൾക്ക് അവയർനെസ് ഉണ്ടെങ്കിൽ അവർ ജാഗരൂകരായിരിക്കും, അവരും അതെ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കും. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, പിന്നെ റോൾ ഓഫ് ഗവൺമെന്റ് ആളുകളൊക്കെ അവയർനെസ് കൊടുക്കുക, പബ്ലിക് അതോറിറ്റീസിനെ വാൺ ചെയ്യാം, പ്രോപ്പറായിട്ട് സപ്ലൈ ചെയ്തോളണമെന്ന്, ടൈമിലി ഡിസമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ വേണം, ഓഫീസേഴ്സിനെ ട്രെയിൻ ചെയ്യണം, പിന്നെ ഓരോരോ ഓഫീസിലും പബ്ലിഷ് ചെയ്യണം. ഇപ്പോൾ വില്ലേജ് ഓഫീസിലായിക്കോട്ടെ, വേറെ എന്തെങ്കിലും ഓഫീസിലായിക്കോട്ടെ, ആരാണ് അതിന് കോണ്ടാക്ട് ചെയ്യേണ്ടത്, അവരുടെ പോസ്റ്റൽ അഡ്രസ്സ്, കോണ്ടാക്ട്, ഇതെല്ലാം പിന്നെ അതിൽ അറിയിക്കണം. ഓക്കെ, പിന്നെ ഇൻകറക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കരുത്. മിലിറ്ററി സീക്രട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോലീസിന്റെ ഇതിൻ്റെ ഒന്നും ക്രൈമിന്റെ ഇതിൻ്റെ ഒന്നും അവർ തരില്ല ചില കാര്യങ്ങളിലൊക്കെ. അപ്പോൾ സെൻട്രൽ കമ്മീഷൻ പറഞ്ഞു. പിന്നെ ഈ റിപ്പോർട്ടുണ്ട്, ഇവര് കൊല്ലത്തിലൊരു റിപ്പോർട്ട് ഉണ്ടാക്കും ഇവര് കമ്മീഷൻ. ആ റിപ്പോർട്ട് സ്റ്റേറ്റിൽ ഗവർണർക്ക് കൊടുക്കണം, മറ്റിടത്ത് പ്രസിഡന്റിനാണ് കൊടുക്കേണ്ടത്. അവര് എത്ര കംപ്ലൈന്റ് കിട്ടി,
എത്ര ഇൻഫർമേഷൻ ചോദിച്ചിട്ട് കിട്ടി, എത്ര കൊടുത്തു, എത്ര പൈസ കിട്ടി, എന്തുകൊണ്ട് ചിലത് ഏതെല്ലാം കൊടുത്തില്ല, എന്തുകൊണ്ട് കൊടുത്തിട്ടില്ല, ഇതിന്റെ റിപ്പോർട്ട് സ്റ്റേറ്റിൽ ഗവർണർക്ക് കൊടുക്കണം, സെൻട്രൽ അവിടെയും കൊടുക്കണം, മറ്റേ പ്രസിഡന്റിനും. ഓക്കെ, അപ്പൊ ഇതാണ് ആക്ട്. ഓക്കെ, സജഷൻ. അപ്പോ ഇത് കുറച്ചുകൂടി നമ്മളെ ഇമ്പ്രൂവ് ചെയ്യണം. ചില ഇൻഫർമേഷൻ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നില്ല. ഇപ്പം റീസെന്റ് ആയിട്ട് തന്നെ സ്റ്റേറ്റ് ഇവിടെ കണ്ടു ഞാൻ സെൻട്രലില്. പക്ഷേ ഇതെല്ലാം നമ്മുടെ ഡെമോക്രസി ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നും മറക്കരുത്. ഇത്തരത്തിൽ നമ്മളെ ഈ അഴിമതികൾ കണ്ടുപിടിച്ചില്ല വിചാരിക്കുക, നമ്മൾ എന്ത് ചെയ്യുക? രണ്ടാമത് റിപ്പീറ്റ് ചെയ്യും. ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്ത് നമ്മൾ ചെയ്തു എന്ന് വിചാരിക്കുക. ഉദാഹരണം ഇപ്പൊ ഇവിടെ കണ്ടു, ഒരു അസിസ്റ്റന്റ് പ്രൊഫസറുടെ പോസ്റ്റിന് ഷീ ഈസ് നോട്ട് എലിജിബിൾ, അവരെ അപ്പോയിന്റ് ചെയ്തു. പക്ഷേ അവിടെ എലിജിബിൾ ആയിട്ടുള്ള ഒരാളുണ്ട്, അയാളെ അപ്പോയിന്റ് ചെയ്തില്ല. അപ്പൊ എന്തിനറിയോ? ഇങ്ങനെ ആകുമ്പോൾ അത് നമ്മുടെ ഡെമോക്രസിക്ക് നല്ലതല്ല. എല്ലാവർക്കും ഈക്വൽ ചാൻസ് ഉണ്ട്, വേണം. ആരെയും നമ്മൾ കുറ്റം പറയല്ല കേട്ടോ. മെറിറ്റ് റെക്കഗ്നൈസ് ചെയ്യണം, അതൊക്കെയാണ് ഇതിന്റെ അർത്ഥം. കറപ്ഷൻ അവോയ്ഡ് ചെയ്യണം. പക്ഷേ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല, അത് വേറെ കാര്യം. അപ്പൊ ചീഫ് ഇൻഫർമേഷൻ ഓരോരുത്തർ വിചാരിച്ചാൽ, അവനവൻ വിചാരിച്ചാൽ സാധിക്കുന്നില്ലല്ലോ ഈ കാര്യങ്ങളൊക്കെ. ഇഫ് യു ആർ തിങ്കിങ് ദാറ്റ് ഐ വിൽ നോട്ട് ഡു എനി wrong thing, then where is the problem? I have recruited more than 7,000 employees. ഞാനും റിക്രൂട്ട്മെന്റ് ഇൻചാർജ് ആയിരുന്നു. പ്യൂർലി ഓൺ മെറിറ്റ് ബേസിസ്. എനിക്ക് 30 കൊല്ലത്തിൻ്റെ ഉള്ളിൽ HR-ന്റെ ഹെഡ് മറ്റേതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നോട്ട് ഇവൻ എ സിംഗിൾ ചാർജ് ഷീറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. എന്താ കാരണം? തിങ്ക് ബിഫോർ യു ആക്ട്, ജസ്റ്റിഫൈ എവറിഥിങ്, റിക്രൂട്ട് ദ പീപ്പിൾ ഓൺ മെറിറ്റ് ബേസിസ് as per Government of India rule, whether it is reservation point or whatever is there, അത് ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻസ് പ്രകാരം ചെയ്യും. നിങ്ങൾ അതിന് പഠിക്കണേ എല്ലാം അതേമാതിരി. നോ ബാക്ക് ഡോർ എൻട്രി, എല്ലാം ത്രൂ പ്രോപ്പർ ചാനൽ. അങ്ങനെയൊക്കെ ആയിരിക്കണം. പിന്നെ പേടിക്കേണ്ട ആവശ്യം? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ 29 കൊല്ലത്ത് ഞാൻ ഹാൻഡിൽ ചെയ്തു. നമുക്കൊരു ഒറ്റ പ്രസിഡന്റ് ആയിരുന്നല്ലോ, ഒരു പ്രസിഡന്റ് ആയിരുന്നല്ലോ. അപ്പൊ വി ക്യാൻ പ്രൗഡ്ലി സേ ദാറ്റ് വി ഹാവ് ഡൺ അവർ ഡ്യൂട്ടി പ്രോപ്പർലി. കാരണം if you are recruiting a person, മെറിറ്റിൽ അല്ലാത്ത ഒരാളെ റിക്രൂട്ട് ചെയ്ത് വിചാരിക്കുക, യു ആർ ഡൂയിങ് ഇൻജസ്റ്റിസ്. അറിയിക്കുന്ന ആൾക്ക് കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മുടെ മനസ്സ് വേദനിക്കരുത്, അയ്യോ അവന് കിട്ടണമായിരുന്നു എന്ന്. പക്ഷെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെന്താ, നമുക്ക് സന്തോഷമല്ലേ? മറ്റുള്ള വേണ്ട, കിട്ടണ്ട, അവിടെ ഇരിക്കട്ടെ, അവൻ മെറിറ്റിൽ വരട്ടെ, അങ്ങനെയല്ലേ വിചാരിക്കുക. കാരണം കഴിവുള്ളവരൊക്കെ അല്ലേ നമുക്ക് ചാൻസ് ആദ്യം കൊടുക്കേണ്ടത്, അല്ലേ? മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പക്ഷെ നമ്മുടെ ഈ ചിലതൊക്കെ രാഷ്ട്രീയത്തിൽ മുങ്ങുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ ഐ വാസ് നോട്ട് കൺസേൺഡ് വിത്ത് എനി പൊളിറ്റിക്കൽ, നോ റെക്കമെൻഡേഷൻ കെയിം ടു മൈ സൈഡ്. ഐ വിൽ നോട്ട് ആക്സെപ്റ്റ് ഓൾസോ. നോബഡി വാസ് ഹാവിങ് ധൈര്യം പോലും ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത് വരാൻ. സ്വീകരിക്കില്ല എന്ന് അവർക്ക് ആദ്യം തന്നെ അറിയാം. അതിന്റെ അർത്ഥം എൻ്റെ മുമ്പില് 28 സ്റ്റേറ്റ് ഇന്ന് 9 യൂണിയൻ ടെറിട്ടറി, എനിക്ക് എല്ലാവരും ഈക്വലാണ്. ഒരു കൺസെഷനും ഒരാൾക്കും ഇല്ല. പറഞ്ഞ സ്റ്റിപ്പുലേഷനിൽ പറഞ്ഞ അതേമാതിരി ഉണ്ടോ? ഓക്കെ. ഇല്ലെങ്കിൽ ഇതാ പോയി. ടെസ്റ്റിൽ പാസ്സായോ? ഓക്കെ. പേഴ്സണൽ ഇന്റർവ്യൂ പാസ്സായോ? ഓക്കെ. ക്വാളിഫിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്യണം? ഓക്കെ. എക്സ്പീരിയൻസ് പ്രിസ്ക്രൈബ് ചെയ്യണം? ഓക്കെ. ഇല്ലെങ്കിൽ അവിടെ ഇരുന്ന വീട്ടില് ഉള്ള ആളുകളുണ്ടല്ലോ. അപ്പൊ അതന്നെ നമ്മളെ പ്രോപ്പറായി ട്രാൻസ്പെറന്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഒരു വിധത്തിലുള്ള പ്രശ്നം ഞാൻ ഫേസ് ചെയ്തിട്ടില്ല എന്റെ ജീവിതത്തിൽ. സോ ഐ വാസ് സോ ഹാപ്പി that I have fulfilled my task to the entire satisfaction. അല്ലെങ്കിൽ റിട്ടയർമെന്റ് സ്റ്റേജിലോ അല്ലെങ്കിൽ VRS സ്റ്റേജിലോ നിങ്ങൾക്ക് ലീവ് ഇത് ചെയ്യില്ല. അവര് ചാർജ് ഷീറ്റും മറ്റേതൊക്കെ ഉണ്ട്, കടന്ന് കളിക്കുക അവിടെ കിടന്നിട്ട് ഗവൺമെന്റിൽ. അങ്ങനെ യാതൊന്നും അതിന് നമ്മളെ ഒരു കാര്യം ചെയ്യാ. ആരെങ്കിലും നമ്മുടെ സീനിയർ ആയിട്ട് ഒരാൾ എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല ഒരു റെക്കമെൻഡേഷൻ. ആരെങ്കിലും പറയണമെന്ന് എഴുതി തരാൻ വേണ്ടി പറയാം. അപ്പൊ അയാൾ കൊടുക്കും, അയാൾ എഴുതി തരില്ല. ഒരാൾ ചെയ്യാൻ പറഞ്ഞ ഒരാളെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിചാരിക്കുക തെറ്റായിട്ട്, എഴുതി തരൂ, ഞാൻ ചെയ്യാം. എഴുതി തരില്ല, എഴുതി തന്നാൽ അയാൾ കൊടുക്കും. മനസ്സിലായോ? അപ്പൊ അത്രത്തന്നെ ഉള്ളൂ. അപ്പൊ ഇഫ് യു ആർ പെർഫെക്റ്റ്, നത്തിങ് ടു വെറി അബൌട്ട് ദാറ്റ്. സോ സ്റ്റേറ്റ് ചീഫ് ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നത്തിങ് ഇത് സജഷൻസ് ആയി. ഇനി അടുത്തത് സർ ഡ്യൂട്ടീസ് പറഞ്ഞു, പബ്ലിക് അതോറിറ്റി എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറഞ്ഞു, എലിജിബിൾ ലോ അതൊക്കെ പറഞ്ഞു, ഞാൻ റോൾ ഓഫ് ഗവൺമെന്റിന്റെ പറഞ്ഞു. കൺക്ലൂഷൻ റിപ്പോർട്ടിംഗ് പ്രൊസീജിയർ പറഞ്ഞു, റിപ്പോർട്ട് കഴിഞ്ഞ. കൺക്ലൂഷൻ, ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 is a landmark in enabling the fundamental right, ജനങ്ങൾക്കറിയാനുള്ള റൈറ്റ്. ഇഫ് ഇംപ്ലിമെന്റഡ് വെൽ, ഇത് നേരെ
ഏകദേശം നന്നായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ, അങ്ങനെ ആരും കുഴപ്പമില്ല. പക്ഷേ ഇപ്പോഴും ചില റിസർവേഷനൊക്കെ ഉണ്ട് കേട്ടോ. ചിലയിടത്തൊന്നും ഇൻഫർമേഷൻ കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല. ചില ഹാഫ് കൊടുക്കും, ഹാഫ് കൊടുക്കില്ല. മനസ്സിലായി? ഹാഫ് കൊടുക്കും, അത് പാടില്ല. അപ്പൊ അങ്ങനെ however if the government is in a position to process the request for information under the act, it will have to start managing information better. അങ്ങനെ നമ്മൾ കൊടുക്കുകയാണെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് വളരെ വിശ്വാസം വരും, ഗവൺമെന്റ് എല്ലാവരും നല്ല വിധത്തിലാണ് പ്രവർത്തിക്കുക. അതാണ് വേണ്ടത്. ഇൻഫർമേഷൻ, കാരണം എല്ലാവർക്കും ശമ്പളം കിട്ടുന്ന ടാക്സ് പേയേഴ്സിന്റെ കാശാണ്, അത് മറക്കരുത്, ജനങ്ങളുടെ കാശാണ്. സോ ഈച്ച് ആൻഡ് എവറി മണി, ഈ പൈസ ഈസ് അക്കൗണ്ടബിൾ. സോ ഫ്രം വേർ ഇറ്റ് ഈസ് റെഡിലി ആക്സസിബിൾ, മറ്റേ ഇൻഫർമേഷൻ ചോദിച്ചത് കൊടുക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ ഇവിടെ ഈ ആലപ്പുഴയിലൊക്കെ ചില ലേക്കിന്റെ തീരത്ത് ചില ഫ്ലാറ്റെല്ലാം പണിതു ചിലർ പണക്കാര്, അതെല്ലാം കലക്ടർ പിടിച്ച്, അതെല്ലാം RTI ഇതിന് പ്രകാരമാണ് പലതും പിടിച്ചത്. ആരാ ലാൻഡ് രണ്ടാമതും അളന്നു, അത് ഗവൺമെന്റിന്റെ ലാൻഡാണ്, പിടിച്ച് തകർത്തു ബിൽഡിങ്. കണ്ട, അതിനിപ്പോ ഉദാഹരണമാണ് ഇന്നലത്തെ നമ്മുടെ ഇവിടെ ഗാസിയാബാദ്, ഇവിടെ ഫരീദാബാദിൽ നമ്മുടെ ഹരിയാനയല്ല എന്താ നടന്നത്, അവിടെ വലിയ തകർത്ത് കളഞ്ഞില്ലേ ഈ 32 നില. മനസ്സിലായി? അത് എങ്ങനെയത് കിട്ടിയ ആ ഇൻഫർമേഷൻ സ്കെച്ച് ഇത് കംപ്ലീറ്റ് എത്ര കൊല്ലം, 9 കൊല്ലം 10 കൊല്ലം കോടതി നടന്നു, എന്നിട്ടാണ് ഇപ്പൊ ഇത്. സോ if the public authorities are indeed able to rise up to the responsibility effect. പിന്നൊരു കാര്യം, നമ്മളെ കറപ്ഷനിൽ ഇപ്പോഴും ഇന്ത്യ വളരെ 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 പിന്നിലാണ്. അതായത് അത് വളരെ ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് വളരെയധികം സഹായിക്കും, വളരെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഞാൻ പറഞ്ഞേക്കെ. It will indeed bring a sea change in the way the government functions and will lead to a truly vibrant and strong democracy in our nation. അതാണ് ഞാൻ പറഞ്ഞത്. Okay. Now, Unit 12, ICT implementation governance, issues and challenges. ICT implementation governance, technology transforming government, especially ഇതൊക്കെ പറഞ്ഞതാണ്. വളരെയധികം ട്രാൻസ്ഫോം ചെയ്യുന്ന ഗവൺമെന്റിൽ എല്ലാം നമ്മൾ കമ്പ്യൂട്ടറൈസ് ചെയ്തു. ദിസ് ഇസ് ദ സോൾ റീസൺ ഫോർ ദ ഗവൺമെന്റ് ഓൾ ഓവർ ദ വേൾഡ്. ലോകത്തിലാകമാനം ഇതാണ് എംബ്രേസിങ് ടെക്നോളജി. എല്ലാം പുതിയ പുതിയ ടെക്നോളജിയാണ്. ബിക്കമിങ് ഇലക്ട്രോണിക് വയബിൾ, നമ്മുടെ കോസ്റ്റ് ഇതാണ്, വളരെ സേവിങ് ആണ്. അക്കൗണ്ടബിലിറ്റി, എംപവർമെന്റ്, ജനങ്ങൾക്ക് എംപവർമെന്റ് കൊടുക്കുക, പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഫൈനാൻഷ്യൽ റിഫോംസ്, അജണ്ട ദ ഗവൺമെന്റ് ഓഫ് ടുഡേ ആർ ആസ്പയറിംഗ് ടു അച്ചീവ്. ICT are playing a significant role in enabling government to pursue the agenda of good governance. നല്ല ഭരണം കാഴ്ചവെക്കുക. However skilled, പക്ഷേ ഇതിന്റെ പിന്നിൽ സ്കിൽഡ് മാൻ പവർ വേണം. നമ്മുടെ ജനങ്ങളെ വളരെ ഇതുണ്ട്. ഇപ്പൊ സ്കിൽ ഡെവലപ്മെന്റ് പലതും നടക്കുന്നുണ്ട്. ഗവൺമെന്റ് പല സ്കീമുണ്ട്, സ്റ്റേറ്റിന്റെ ഉണ്ട്, സെൻട്രൽ ഉണ്ട്, സെപ്പറേറ്റ് മിനിസ്ട്രി ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോ അത് കമ്പ്യൂട്ടർ ഓപ്പറേഷൻ ഒക്കെ നല്ല 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 ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. സോ ICT ആർക്കിടെക്ചർ, സോ റിസോഴ്സസ്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, അവരാണ് തീരുമാനിക്കേണ്ടത്. ജനങ്ങൾക്ക് എന്തെല്ലാം വെൽഫെയർ കൊടുക്കണം, എങ്ങനെയൊക്കെ വേണം, ഏതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യണം എന്നൊക്കെ. മനസ്സിലായില്ലേ? കമ്മിറ്റഡ് ബ്യൂറോക്രസി ആൻഡ് സിറ്റിസൺ അവയർനെസ് ആർ റിക്വയർഡ് ടു എനാബിൾ ICTs to perform this role. ICT implementation government issue challenges and suggestions. വിഷൻ വേണം, പ്രിയോറിറ്റി വേണം. ഏതാണ് ആദ്യം ചെയ്യേണ്ടത്, ഏത് ചെയ്യേണ്ടത്? അപ്പൊ നോക്കിക്കോളൂ, നമ്മുടെ കേരളത്തിലെ റവന്യൂ റെക്കോർഡ് മുഴുവൻ മറ്റേ ഇതില് മുഴുവൻ ഡിജിറ്റൽ ഇതൊക്കെയാണ്. അവര് ഇന്ത്യയിൽ തന്നെ വളരെ നമ്മുടെ കേരളത്തിന് പ്രസിദ്ധിയുണ്ട്. അതായത് എല്ലാം ഡിജിറ്റലൈസ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് പലതും ചെയ്യുന്നത്. ഈവൻ നമ്മുടെ റവന്യൂ റെക്കോർഡ് എല്ലാം ഡിജിറ്റലൈസ് ചെയ്ത സംസ്ഥാനമൊക്കെ ഒന്ന് കേരളമാണ്. സോ വിഷൻ വേണം, പ്രിയോറിറ്റി വേണം. ഏതാണ് ആദ്യം ചെയ്യണത്, ഏതാ ആദ്യം ചെയ്യേണ്ടത്? നോക്കൂ ഇലക്ഷന്റെ നമ്മളെ എത്രത്തോളം നമ്മുടെ ഇതിന്റെ ഓരോരുത്തരുടെ പേരും എത്ര ഇതുണ്ട്, സിറ്റിസൺസ് ഉണ്ട്, ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ഇല്ലേ കംപ്ലീറ്റ്, നമ്പർ മറ്റേതൊക്കെ. റീ എഞ്ചിനീയറിംഗ്, സിറ്റിസൺ, എല്ലാം സിറ്റിസന് പ്രയോജനപരമുള്ള കാര്യങ്ങളായിരിക്കണം. കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി എങ്ങനെയാണെന്ന്, ലിറ്ററസി. പിന്നെ കമ്പ്യൂട്ടർ കൊണ്ടെന്ന് വെച്ചാൽ മതിയോ? ആ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ലേ? അതിനുള്ള ട്രെയിനിങ് കൊടുക്കണ്ടേ? ഓരോന്നും ഓരോ വിധത്തിലല്ലേ ഫംഗ്ഷൻ ചെയ്യണം. സോഫ്റ്റ്വെയർ എല്ലാം വേറെ പല വിധത്തിലല്ലേ? അതിനുള്ള ഇത് കൊടുക്കണം. പൊളിറ്റിക്കൽ വിൽ, ഇത് കൊടുക്കണം, ഇത് പഠിക്കണം എന്നുള്ള നല്ല ഇത് വേണം. ആൻഡ് ലീഡർഷിപ്പ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ട് പറയേണ്ട ആവശ്യമില്ല. റെസിസ്റ്റൻസ് ടു ചേഞ്ച്, മാറ്റങ്ങൾക്ക് ഒപ്പം നിൽക്കണം നിങ്ങള്. റിസോഴ്സസ് വേണം, കാശ് വേണം. മനസ്സിലായോ? ഇൻഫർമേഷൻ പോളിസി, ലീഗൽ റെക്കഗ്നിഷൻ, ന്യൂ പ്രൊജക്ട്സ്, ബ്രിഡ്ജിങ് ദ ഡിജിറ്റൽ ഡിവൈഡ്. ഈ ഒന്നാമതിന് മോണിറ്ററിങ് വേണം, എവാലുവേഷൻ വേണം. ഇതിനൊക്കെ മോണിറ്ററിങ്, എവാലുവേഷൻ ഇതൊക്കെ കംപ്ലീറ്റ് വേണം. ഓക്കെ. ഇപ്പൊ നമ്മുടെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലൊക്കെ കംപ്ലീറ്റ് ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. സ്മാർട്ട് ഗവൺമെന്റ് ഉണ്ട്. പിന്നെ ഓക്കെ,
പിന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിയെ പറ്റിയിട്ട് ആൾറെഡി ഞാൻ പറഞ്ഞു, സിറ്റിസൺ സെന്റേഡ് പറഞ്ഞു. പിന്നെ മിയർലി കമ്പ്യൂട്ടറൈസേഷൻ, അതിലെ ഒരു കാര്യമുണ്ട്, കമ്പ്യൂട്ടറൈസേഷൻ ഏതെല്ലാം വേണം. ഇപ്പൊ നോക്കൂ, നമ്മുടെ എക്സാം റിസൾട്ടൊക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. എത്ര പെട്ടെന്ന് ആയിക്കോളൂ. 10 ദിവസം കൊണ്ട് ഒക്കെയാണ്, ചില സമയത്ത് 10-20 ദിവസം കൊണ്ടൊക്കെയാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യണത്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിയെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളെ ഇന്റിമേറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ നമ്പർ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നു. ട്രാൻസ്പെറന്റ് അക്കൗണ്ടബിലിറ്റി പറ്റി പറഞ്ഞു. ഓക്കെ, ഈ ലിറ്ററസി പറ്റി പറഞ്ഞു. പൊളിറ്റിക്കൽ വിൽ. ഇവിടെ വേറൊരു കാര്യം, നമ്മുടെ നോക്കൂ, ഈ ലിറ്ററസിയിലെ നമ്മുടെ കുടുംബശ്രീ, കേരളത്തിലെ അക്ഷയ, ഇവരൊക്കെ അത് ഹാൻഡിൽ ചെയ്യുന്ന സ്ത്രീകളും മറ്റിവരൊക്കെയാണ്. അവർക്ക് നല്ല നല്ല ട്രെയിനിങ് എല്ലാം കൊടുത്തിട്ട് പല ഗവൺമെന്റ് കേരള അക്ഷയ പദ്ധതി എല്ലാ നമ്മുടെ സർട്ടിഫിക്കറ്റും ഇതെല്ലാം നമുക്ക് അവിടുന്ന് കിട്ടുന്നതാണ്. വില്ലേജിൽ നിന്ന് കിട്ടേണ്ടത്, മറ്റേ പല വിധത്തിലുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്, എവിടെയെങ്കിലും കോമ്പറ്റീഷൻ എക്സാമിനേഷൻ എഴുതുന്നത് എല്ലാം അവര് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ വേറെ കാര്യം, ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, റെസിസ്റ്റൻസ് ടു ചേഞ്ച് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, നൗ റിസോഴ്സസ്, പൈസ, റിസോഴ്സസും നമുക്ക് വേണം. ഇതിനൊക്കെ പൈസ വേണേ, പിന്നെ അതിനുള്ള അലൊക്കേഷൻ വേണം. പിന്നെ വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഓൾ ഡിപ്പാർട്ട്മെന്റ് ഹാവ് ടു ബി ലിങ്ക്ഡ്. ഓരോരോ കമ്പനി ഇതിലെ ഡിപ്പാർട്ട്മെന്റിലെ പിന്നെ ഇതെല്ലാം ലിങ്ക് ചെയ്യണം. കാരണം പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് വേണം. ചില സമയത്തേ പൈസ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പബ്ലിക്കും പ്രൈവറ്റും കൂടി ഒക്കെ കൂടി ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. എല്ലാം നമുക്ക് ഇത് ചെയ്യാം. അത്രത്തോളം ഭയങ്കര കോസ്റ്റ് ആയിട്ട് ഇൻവോൾവഡ് ആയിട്ടുള്ള. ഇപ്പൊ നമ്മൾ നമുക്ക് സ്പേസ് പ്രോഗ്രാം, അത് തന്നെ പാർട്ട്ണർഷിപ്പ് ഉണ്ടല്ലോ പലതും. ബാക്ക് ആൻഡ് കമ്പ്യൂട്ടറൈസേഷൻ പറഞ്ഞാൽ സൂപ്പർ കമ്പ്യൂട്ടർ മറ്റേതൊക്കെ ഉണ്ടല്ലേ, മനസ്സിലായില്ലേ? അതേമാതിരി ഇൻഫർമേഷൻ പോളിസി വേണം. അതല്ല വേറെ കാര്യം, ഏത് കൊടുക്കുക ഏത് കൊടുക്കാതിരിക്കുക. ഒരു മിനിറ്റ്, നിങ്ങളൊരു ഇൻഫർമേഷൻ കൊടുത്ത് പാകിസ്ഥാനിലേക്ക് കൊടുത്ത എന്താ സ്ഥിതി? സ്പൈ വർക്കായിരിക്കും. ഏത് കൊടുക്കാൻ പാടില്ല. സൈബർ ക്രൈം ഇതൊക്കെ ഉണ്ട്, പലതുണ്ട്. സോഫ്റ്റ്വെയർ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. നമ്മുടെ ഇതൊക്കെ ലീഗൽ റെക്കഗ്നിഷൻ വേണം. ലീഗൽ റെക്കഗ്നിഷൻ, അതായത് ഓരോരോ കൺട്രിയിൽ ഓരോരോ വിധത്തിലുള്ള ഇതുണ്ട്, ലീഗൽ റെക്കഗ്നിഷൻ. അതായത് നോക്കൂ, UNCITRL, UNCITRA, അതായത് മോഡൽ ലോ ഓൺ ഇലക്ട്രോണിക് കൊമേഴ്സ് is a generic law adopted by many like Australia, Hong Kong, Korea. അതായത് ഇലക്ട്രോണിക്സിന്റെ ഇതിനെ പറ്റി കമ്മ്യൂണിക്കേഷനെ കൺട്രോൾ ചെയ്യാൻ ഈക്വലന്റ് ലീഗൽ എഫക്ട് കൊടുക്കുന്നതാണത്. അതായത് ഇത് നമ്മുടെ സൈബർ ലോ, നമ്മുടെ പലതുണ്ടല്ലോ, IT ഇതൊക്കെ. അപ്പൊ അതും ഇതേമാതിരി ഉള്ളതാണ്. പിന്നെ വേറൊന്ന് ന്യൂ പ്രൊജക്ട്, അതും നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ഇതൊക്കെയാണ്. പിന്നെ വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ബ്രിഡ്ജിങ് ദി ഡിജിറ്റൽ ഡിവൈഡ്. ഏതെല്ലാം വിധത്തിൽ ഇനി ബാക്കി കിടക്കുന്നുണ്ട് അതെല്ലാം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട. ഓരോ ഗവൺമെന്റ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മോണിറ്ററിങ് ആൻഡ് എവാലുവേഷൻ ഈസ് വെരി വെരി എസെൻഷ്യൽ. എവിടെ എത്തി? നമ്മൾ പലതും പ്രവർത്തിക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ വാങ്ങിയിട്ട് വെക്കുന്നുണ്ട്, പക്ഷെ ചില സമയത്ത് മോണിറ്റർ ഇത് പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല. അപ്പൊ അത് മോണിറ്ററിങ്, അതിന്റെ എവാലുവേഷൻ എവിടെയാണ്? കാരണം നമ്മുടെ ഇന്ന് ചെയ്യേണ്ടത് നാളെ ചെയ്താൽ കോസ്റ്റ് കൂടും. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. പിന്നെ അതായി മോണിറ്ററിംഗ് ആയി ഡീറ്റെയിൽഡ്. പിന്നെ ഓഡിറ്റ് നമ്മുടെ ഓരോരോ എക്സ്പെൻഡിച്ചർ ഇതെല്ലാം നമ്മൾ ഓഡിറ്റ് ചെയ്യണം. അനാവശ്യമായിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നെല്ലാം നമ്മൾ നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ദിസ് വോള്യൂം ഓഫ് ട്രാൻസാക്ഷൻ ഹാൻഡിൽഡ് ബൈ ഇലക്ട്രോണിക്കലി. എത്രത്തോളം നമ്മൾ ട്രാൻസാക്ഷൻ, ഈ ഇലക്ട്രിസിറ്റി ബോർഡ് ഇതിൻ്റെയൊക്കെ വോള്യൂം നോക്കണം, നമ്മളെ റെസ്പോൺസ് നോക്കണം, ആക്യുറസി നോക്കണം. അതേമാതിരി ലെങ്ത് ഓഫ് ട്രിബിൾ ഫ്രീ ഓപ്പറേഷൻ, അതായത് ട്രിബിൾ ഇല്ലാതെ ഓപ്പറേഷൻ, ഇതും നമ്മൾ നോക്കണം. അപ്പൊ അങ്ങനെ പിന്നെ അതും പ്രധാനപ്പെട്ട. അപ്പൊ ഡീറ്റെയിൽ ഓഡിറ്റ് റിപ്പോർട്ട്, അപ്പൊ നമ്മളെ ഓരോന്ന് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇവിടെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, പിന്നെ നോൺ ഇംപ്ലിമെന്റേഷൻ ഓഫ് സിറ്റിസൺ ചാർട്ടർ ആൻഡ് ആഡിക്വേറ്റ്. അത് ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തെല്ലാം ചെയ്യണം, ഗവൺമെന്റിന്റെ ഓരോരോ പോളിസിന്റെ വിഷൻ മറ്റേത് മിഷനൊക്കെ. സോ ഇൻആഡിക്വേറ്റ് മോണിറ്ററിംഗ്, ഇൻവോൾവ്മെന്റ് ഓഫ് ഒഫീഷ്യൽ, ഹെൻസ് എ കണ്ടിന്യൂസ് ആൻഡ് ഡീറ്റെയിൽ ഓഡിറ്റ് ഉണ്ട്. ഡീറ്റെയിൽ ഓഡിറ്റ് ഇപ്പോഴും ആവശ്യമാണ്. എന്ത് ചെയ്തു, എന്ത് ചെയ്യാൻ ബാക്കി, ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇനി നമ്മൾ അടുത്ത് പോകുന്നതിന്റെ കൺക്ലൂഷൻ ആണ്. സോ ഫോർ സക്സസ്ഫുൾ ആപ്ലിക്കേഷൻ ഓഫ് ICTs in governance, there is need to give importance to certain crucial factors. These factors വളരെയധികം പ്രധാനമുണ്ട്. സോ പ്രോപ്പർ പ്ലാനിങ് വേണം, വിഷൻ വേണം, പ്രിയോറിറ്റി വേണം, ICT ആർക്കിടെക്ചർ, ഇൻഫ്രാസ്ട്രക്ചർ പ്രൊഫഷണൽസ് ആൻഡ് സ്കിൽഡ് മാൻ പവർ വേണം, കമ്മിറ്റ്മെന്റ് വേണം, ലീഡർഷിപ്പ് വേണം, അതേമാതിരി ആക്സെപ്റ്റൻസ് വേണം, ഇതൊക്കെ അക്കൗണ്ടബിലിറ്റി വേണം, സിറ്റിസന് പ്രയോജനപ്പെട്ടതായിരിക്കണം, പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ വേണം,
അതേമാതിരി ലീഗൽ റെക്കഗ്നിഷൻ വേണം ഓരോ കാര്യങ്ങൾ. ഇപ്പൊ സൈബർ ലോ ഇതൊക്കെ ഉണ്ടല്ലോ, IT ലോ, IT ആക്ട്, ഇതൊക്കെ മോണിറ്ററിങ് വേണം, എവാലുവേഷൻ വേണം, അതേമാതിരി റോഡ് മാപ്പ് വേണം, ഗവേണൻസ് വേണം ഇൻ കൺട്രീസ് ഓഫ് ദി ഡെവലപ്പിംഗ് വേൾഡ്. അപ്പൊ കൺട്രി ലൈക്ക് ഇന്ത്യ must definitely take cognizance of these factors and plan and implement e-governance strategy effectively. So we have got a lot of this thing. NIC is playing a vital role. So India is progressing well in this aspect. Okay, the regard. Okay, thank you very much for your kind cooperation, for listening to me. Okay, thank you very much.